നോക്ക്, ചിലപ്പോ കള്ളോർക്കാവും. നിങ്ങളെല്ലാരും മാറിക്കളി, ഇന്നാരും പിടിച്ചണ്ട. ഞാൻ ചാടാൻ പോവാണ്. എനിക്ക് തോന്നുന്നൊരു പ്രശ്നമില്ലാന്ന്. അല്ല, ഇത്ര പെട്ടെന്ന് സുബൈ ബാങ്ക് വിളിച്ചാ? നമ്മളിപ്പോ ഉറങ്ങിയല്ലേ ഉള്ളൂ. ഇത്ര നേരത്തെ നേരം വിളിത്താ? തോന്നിയതായിരിക്കും. വേദന കാരണം വേഗം നടക്കാനും വയ്യ. ഇന്ന സെക്കൻഡ് ഷോന്റെ കാര്യം ഓർക്കുമ്പോ പായാനും തോന്നുന്നുണ്ട്. പുളിക്കീത് കാലാണെങ്കിലും തലമണ്ടിയിലെ വേദന. വേണ്ടാത്ത പണിക്ക് നിന്നിട്ടല്ലേ പറയേ. അതിന്റെ മോളിന്ന് ചാടുമ്പോ വേണ്ട വേണ്ടാന്ന് പറയണമെന്ന് ഞാനും വിചാരിച്ചാ. വിചാരിക്കാന്നല്ലാണ്ട് ആരെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞോ? ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയിമന്ന് ചാടുമായിരുന്നോ? അതുകൊണ്ട് വല്ലാതെ വർത്താനം പറയണ നടക്കി സിനിമ ഉണങ്ങാൻ നേരായി. അല്ല, ദേവശിക്ക് എന്തോ രാമാന്തം? അല്ല, ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്ന് തോന്നുക. നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ചാടി സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ലേ ഈ തെറ്റ് ചെയ്യണേ. ഇത്ര കാലം മുഴുവനുള്ള ശരിയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ സൂപർഗത്തിലല്ലേ കഴിയണത്. കൂട്ടും കുടുംബം ഉപേക്ഷിച്ച് ഇവിടെ കഴിയണ ഞമ്മക്കും വേണ്ടേ ഇടക്കിടക്കൊക്കെ സന്തോഷം. അതിനല്ലേ സ്നേഹതീരത്തിൽ TV വെച്ചിരിക്കണത്. മറ്റൊരും കാണുന്നത് അത് തന്നെയല്ലേ. ആ ടിവിയിലൊക്കെ പഴയ പടാ. നമ്മള് പഴയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് പഴയ സിനിമ എന്നാണ്ടോളൊന്നും നിയമൊന്നുമില്ല. അല്ലോ നോക്കണം പ്രയേ ഇന്റെ വൃത്തി മോനെ. അല്ലോ മമ്മൂട്ടിയെ അന്റെ മറ്റല്ലേ ഇവിടെ മോഹൻലാല് വന്നില്ലേ? ഓല്ലേ വേണ്ട, വരണില്ലേ വരണ്ട പോയാ. നിക്ക് പുതിയ പടം എന്താ? എനിക്ക് പുളിക്കോ? ചെലപ്പോ പൊളിച്ചു എന്നൊക്കെ വരും. മനസ്സനവിടെ വെച്ചുണ്ടാക്കണത് അല്ലാണ്ട മിസ്സനല്ല. പിന്നെ സാമ്പാറിൽ പുളിണ്ടായത് പറ്റാത്തോര് തിന്നണ്ട. ഇനി പുളിന്ന് പറഞ്ഞ ഇന്റെ തൊള്ളേന്ന് പൂളിച്ച തെറിയേക്കും തള്ള. അതിന് നിങ്ങളെ എന്നോട് ചാടിക്കടിക്കാൻ പിന്നെ എന്തിനാണ് മാപ്പിളെ? രാത്രിയിൽ ചോറിന്റെ അന്തേവാസികൾ പറഞ്ഞു സാമ്പാർ പുളിച്ചിട്ടുണ്ടല്ലോ ഇട്ടിച്ചിരി തള്ളേന്ന്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനൊരു മാതിരി കടിച്ചു തിന്നാൻ വരണം നിങ്ങള്. അതിന് ഇന്നോടും നിങ്ങളോടും അല്ല ഇത് പറയണ്ട്. വയസ്സാം കാലത്ത് തന്തനും തള്ളനും കുടുംബത്തിന്ന് പുറത്തു വിട്ട ഓരോ മക്കളുണ്ടല്ലോ, ഓരോട് പോയി പറയാൻ. എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിന് ഇത്രയൊക്കെ പറ്റും. ഈ പച്ചക്കറിയൊക്കെ എന്തിനാ സഞ്ചിയിലിടുന്നേ? ഈ പെണ്ണ് പോയില്ലേ? തിന്ന് കഴിഞ്ഞാലും അടുക്കളയിൽ ഇങ്ങനെ മണം പിടിച്ചിക്കണോ? ചെല്ലുവേണേ, അന്റെ വല്ലിപ്പയും വല്യമ്മ അന്വേഷിക്കണ്ടാവും. വല്ലിപ്പാക്കും വല്യമാക്കും അറിയാം ഞാൻ ഇട്ടിച്ചിരിയമ്മേനെ സഹായിക്കാൻ നിക്കാന്ന്. അതിർമാമ ഞാൻ ചോദിച്ചതിന് സമാധാനം പറയും. ഈ പച്ചക്കറിയൊക്കെ എന്തിനാ സഞ്ചിയിലിടുന്നത്? പിന്നെ ഈ ചീഞ്ഞൊക്കെ പിന്നെ ഈ ചൂണ്ടേ കളയോ? ഒരേലേക്ക് പോണ വഴിക്കാ തോട്ടിലിടാമെന്ന് വിചാരിച്ചിട്ടാ. അല്ലാണ്ട് ഇതൊക്കെ എനിക്ക് എന്തിനാ? ചെറുതാണെങ്കിലും കിടക്കട്ടെ. 4 ചീഞ്ഞ തേങ്ങ ഉണ്ടായിരുന്നല്ലോ റബ്ബേ, അതെവിടെയാ? ഇതൊക്കെ നോണ പറയണതാ മോളെ. ഇതൊക്കെ മൂപ്പര് വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയുള്ള പണിയാ. ആമിനുട്ടിയെ, ഞാൻ ഗുളിക കഴിച്ചുറങ്ങാന്ന് ഓള് പറഞ്ഞതാ. അങ്ങനെ നമുക്ക് ഓളെ പറ്റിക്കാം. അതും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗുളിക കഴിക്കാതിരിക്കാനല്ലേ? എന്നിട്ട് വേണം നാളെ പസറ കൂടാൻ. ഓളെ പറ്റിക്കാനല്ലടി. അങ്ങനെ വെച്ചാ നിങ്ങള് പറഞ്ഞോളി ഞാൻ ഗുളിക കഴിച്ചുറങ്ങിന്ന്. അതണക്ക് ഗുളിക കഴിക്കാതിരിക്കാനുള്ള സൂത്രല്ലേ. എന്നിട്ട് വേണം പ്രഷറും ഷുഗറും കൂടാൻ. പ്രഷറും ഷുഗറും കൊണ്ട് കൂടട്ടെ, എന്നാ എന്താ ഉണ്ടാവുക? മയ്യത്താവും, അത്രല്ലേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല. അമ്പടി ദുരാഗ്രഹക്കാരി, ഈ അങ്ങനെ ഒറ്റയ്ക്ക് മയ്യത്തായിട്ട് സൂക്ഷിക്കണ്ട കേട്ടാ. നിങ്ങളും അങ്ങനെ ചോദിക്കണ്ട. അല്ല പിന്നെ എന്താ എന്താ അവിടെ ഒരു കശപിശ? മോളെ, എന്റെ വല്യമ്മക്ക് വലിയ മടിയ മോളെ ഗുളിക കഴിക്കാൻ. ഞാനിത് പറയായിരുന്നു. ഈ വല്യുപ്പാനെ കണ്ട് പഠിക്കാൻ പറ. ഞാൻ കണ്ട ഇന്നത്തെയും നാളത്തെയും മരുന്ന് ഒന്നിച്ച് കഴിച്ചിട്ട് വെള്ളവും കുടിച്ചു. എന്റെ മാളത് വിശ്വസിച്ച നോണയാ മാളെ, പച്ച നോണ. വെള്ളവും കുടിച്ചില്ല, ഗുളികയും കഴിച്ചില്ല, ഏശാ നിസ്കരിച്ചുമില്ല. വല്യമ്മ പിന്നെ നോണ പറയൂല. ഞാൻ ഇന്നത്തെ ഗുളിക കഴിച്ചോളൂ, നാളത്തെ ഗുളിക നാളെ കഴിക്കും. കണ്ട പച്ച നോണ എന്താന്ന് കണ്ട.
എന്റെ മുഖത്തോക്കി പറയടി, ഈ ഗുളിക കഴിച്ചാന്ന്. നിങ്ങള് ഗുളി കഴിച്ചാന്ന് ഉം. എന്താ നിങ്ങള് നിന്ന് മാഞ്ഞാണം തിരിയണ് പറയ്. അതിനെന്തിനാ തല്ലൂടുന്നത്? രണ്ടുപേരും ഗുളിക കഴിച്ച് എനിക്ക് വിശ്വാസാ. പക്ഷേ ശരണാലയത്തിലെ ഡോക്ടർ ഒരാഴ്ചക്ക് തന്ന ഗുളിക ഇനിയും കുറെ ബാക്കിയുണ്ട്. അത് നാശാക്കി കളയണ്ട, ഇത് ഞാൻ തന്നെ കഴിച്ചോളാം. മോളെ കഴിക്കരുത്. സൂക്കറില്ലാത്തവര് കഴിച്ചാ അത് വിഷം അറിയോ? എന്റെ ആൾ അതങ്ങോട്ട് തന്നാണി. വല്യമൊന്നും ഉണ്ടായിരുന്നേ, ഇത് വിഷാന്ന് ആരാ പറഞ്ഞേ? വിഷാണെങ്കി ഇത് ഡോക്ടർ തരുമോ? വെറുതെ തരുന്നാച്ചിട്ട് വെറുതെ കളയണ്ട, ഇത് ഞാൻ കഴിച്ചോളാം. അയ്യോ എന്റെ പൊന്നു മോളെ, അത് കഴിക്കല്ലേ. ഇങ്ങടാ വല്യുപ്പ കഴിച്ചോളാം. വല്യമ്മയും കഴിച്ചോളാം. ഏയ്, ഇങ്ങള് രണ്ടാളും ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും കഴിച്ചാലേ ഇനി വേണ്ട. അയ്യോ എന്റെ മോളെ, അത് വല്യുപ്പ നോണ പറഞ്ഞല്ലേ മോളെ. ഇങ്ങോട്ട് കൊണ്ട. ഞാനെന്നോണോ പറഞ്ഞതോ? സത്യം. ഇന്ന് അഞ്ഞ് രണ്ടാളും ഗുളിക കഴിക്കാൻ മടി കാണിക്കോ? അള്ളാണേ, ഞാൻ മടി കാണിക്കൂല. മുത്തുനബിയാണേ, ഞാനും കാണിക്കൂല. ഇന്ന് രണ്ടാളും വേഗം കഴിക്ക്. മതിയാ? ഞാനും കുടിച്ച് മതിയാ. മതി. ഞാൻ ഗുളിക കഴിക്കുന്നു പറഞ്ഞപ്പോ രണ്ടാളും പേടിച്ചുല്ലേ? പിന്നെ പേടിക്കാണ്ട്. എന്തിനാ പേടിച്ചത്? എന്തിനാണോ? ഞങ്ങളുടെ പുന്നാര മുത്തിന് എന്തെങ്കിലും പറ്റിയാലോന്ന് പേടിച്ചിട്ട്. നാ പേടിക്കുണ്ടെന്ന് കൂട്ടിക്കോളി. മരുന്ന് കഴിക്കാഞ്ഞാ എന്റെ പുന്നാര വല്യപ്പാക്കും വല്യമ്മാക്കും എന്തേലും പറ്റിയാലോ എന്നുള്ള പേടി അതിക്കുണ്ട്. മജ്ജത്താക്കാൻ പേടിയില്ലാന്ന് പറഞ്ഞാലും മരിക്കാൻ ഞങ്ങൾക്ക് മടിയാ മോളെ. ഞങ്ങളുടെ മാളിട്ടിനെ ഒറ്റയ്ക്കാക്കി പോവാളാ. വല്യപ്പാ, ഇപ്പൊ ഗുളിക മാത്രമേ കഴിച്ചുള്ളൂ. ഡോക്ടർ തന്ന പുതിയൊരു ടോണിക്കും കൂടി ഉണ്ട്, അത് കഴിക്കണ്ടേ? അതൊക്കെ പാടാനും വലിയ ബാഗ് കൊടുത്തടാ, ഓള് കഴിച്ചോളൂ. ഇക്കൊന്നും വേണ്ട, എന്റെ വല്യപ്പാക്ക് കൊടുത്താളാ. ഞാനൊരു തമാശ പറഞ്ഞതാ എന്റെ മക്കളെ. മോളെ എന്തെങ്ങളൊക്കെ ഇവിടെ എന്താ ടീച്ചറെ ഇവരൊക്കെങ്ങനെ നോക്കണേ? അല്ല, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോണത്? പറയുമ്പോ ഇതൊക്കെ എന്താ ഇവിടെ? ഇതൊക്കെ അതിർമാമൻ കളയാൻ കൊണ്ടുവന്ന ചീഞ്ഞ പച്ചക്കറികളല്ലേ? ഈജ് പോയി ഉറങ്ങിയില്ലല്ലേ? അതിർമാന്റെ മോഷണം പിടിക്കപ്പെടുന്നത് ഇത് എത്രാമത്തെ തവണയാന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്നൊക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഒരുപാടായി എന്നറിയാം. ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ഈ പാവങ്ങൾക്ക് വെച്ചു കഴിക്കാനുള്ള സാധനങ്ങളാ. ആരുടെയൊക്കെ കരുണയാണ് ഇതിന്റെ മുടക്കുമുതല്. അത് മോഷ്ടിക്കുന്നത് മോശമല്ലേ അതിർമാൻക? പിന്നെ പക്ഷെ എന്താണാവോ, ഇടക്കിടക്ക് ഞാൻ തങ്ങ് മറക്കും. ഈ പണ്ടാറടങ്ങിയൊരു മറവിയേ. വെച്ച് കഴിക്കാൻ തന്നെ അതിർമാൻക്ക് ഇത് കൊണ്ടോണത് എന്നറിയാം. പക്ഷെ അതിനെന്തിനാ മോഷ്ടിക്കണത്? ആവശ്യമുള്ളത് മാത്രം ചോദിച്ചു വാങ്ങിക്കൂടെ? എന്നാ പിന്നെ ഞാനൊരു കാര്യം ഉണ്ടായിക്കോട്ടെ. ഈ പനോടൊന്ന് നല്ല പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. ഈ കൊള്ളന്റെ കയ്യും കാലും തല്ലു അടിക്കാൻ വേണ്ടത്. ഈ ഒന്ന് മുണ്ടാണ്ടിരിക്കില്ല പാത്തുട്ടിയെ. കള്ളനാണെങ്കിലും ഓനൊരു മനുഷ്യനല്ലേ? മനുഷ്യന്മാര് ചെയ്യണ പണിയാണ് ഈ കള്ളം ചെയ്യണത്. കൊറേ നേരങ്ങള് കള്ളൻ കള്ളന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്നെ വരെ ഒരു ഉരുളക്കിഴങ്ങ് പോലും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതിനുമ്പെങ്കിലും പിടിക്കൂലേ? ആദ്യം നിങ്ങളിന്നെ മനസമാധാനായിട്ടൊന്ന് കക്ക സംഭവിക്കാം, എന്നിട്ട് പിടിക്ക് കള്ളാന്ന്. അതിർമാനിക്ക, ഇതെല്ലാം എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വെക്ക്. ഇനി ഒരു വട്ടം കൂടി ഇത് ആവർത്തിച്ച ഉറപ്പായിട്ട് സൂപ്രണ്ട് മേഡത്തെ ഞാനിത് അറിയിക്കും. അല്ലോ അത് വേണ്ട, ഇതപ്പ കൊണ്ടുപോയി വെച്ചു ചോദിച്ചാ മതി. വെറുതെ ഇക്കാര്യമൊക്കെ അറിയിച്ച് പാവം സൂപ്രണ്ട് മാഡത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. വയസ്സായ സ്ത്രീയല്ലേ?
അധികം വിസ്തരിക്കണ്ട. കൊണ്ടുപോയി വെക്ക്. ആ, നിങ്ങൾ ഓരോരുത്തരുടെ മുറിയിലേക്ക് ചെല്ല്. ചെല്ല്. എന്ത് കാഴ്ച കാണാൻ അവിടെ നിക്കണേ. നിങ്ങൾ പോയില്ലേ? ടീച്ചറെ, ഇന്ന് ഞമ്മളെ മോഹൻലാൽ മോൻ പടത്തിന് വന്നില്ല. അതെന്റെ സങ്കടം. ഓലൊക്കെ ഭയങ്കര തിരക്കുള്ള ആളല്ല അവറാങ്ക. ഇല്ല ദേവസ്യ, എന്താ പറഞ്ഞു? താൻ ഏത് ലോകത്താ? എന്റെ മനസ്സിൽ കഥയും സിനിമയൊന്നല്ല. നമ്മൾ പുറത്ത് ചാടിയ വിവരം ആ മാറ്ററെങ്ങാനും അറിയോന്നാണ് എന്റെ ആര്? നൂർജ ടീച്ചറോ? ഓല് ക്വാർട്ടേഴ്സിൽ ഉറങ്ങാൻ കഴിഞ്ഞ ദിവസമല്ല ഞമ്മള് പോകുന്നത്. പിന്നെ എങ്ങനെ അറിയാനാ? ഞങ്ങളിത് ആദ്യമായിട്ടൊന്നുമല്ല എന്റെ കോയ. ഇജ്ജ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നാ. അല്ല, ഇനിയും മതില് ചാടണോ? അതൊക്കെ കാണിച്ചാണ് ഇജ്ജോട്ട് പോന്നിട്ട്. മുത്താക്ക, ഇതൊന്ന് തുറന്നാണി. ഈ വാതിലൊന്ന് തുറക്കി. കയ്യും കാലം കൊടുക്കണ്ട, വേഗം പോന്നാണി. ആരാടാ ഇപ്പൊ ഗേറ്റും തുറന്നു? ആരോ രണ്ടുപേര് ഗേറ്റും തുറന്ന് പുറത്തു പോയോ എന്നൊരു സംശയം. അത് നിങ്ങക്ക് വെറുതെ തോന്നിയതായിക്കാരൊന്നു. എനിക്കങ്ങനെ തോന്നാൻ വഴിയില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ട് പോണ്? ഞങ്ങള് മുത്തവാക്ക സമ്മതിക്കുകയാണെങ്കിൽ പുറത്തു പോയിട്ടൊന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചത്. കൊച്ചിനഹി, ഈ ജമാൽ മുസ്തഫ ഒരിക്കലും സമ്മതിക്കില്ല. ആ സമയത്ത് പുറത്തു പോകാൻ സമ്മതിക്കില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഡ്യൂട്ടിയിൽ ഞാൻ വാട്ടർ ഇറക്കില്ല. നിങ്ങൾക്കറിയോ, 2 ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചവനാണ് ഈ ജമാൽ മുസ്തഫ. യുദ്ധത്തിൽ പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. കേൾക്കണോ എന്റെ യുദ്ധകഥകൾ? യുദ്ധത്തിന്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേ പേടിച്ചോടുന്നു പേടിത്തൊണ്ടന്മാർ. ഈ ജവാൻ മുസ്തഫ ഈ സ്നേഹതീരത്തിന്റെ യജമാനായിരിക്കുന്നിടത്ത കാലം ഒരുത്തം പോലും ആ സമയത്ത് പുറത്തു പോകില്ല. ഒരുത്തം പോലും ആ സമയത്ത് അകത്തും വരില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഒരുത്തരാന്ന് ഞമ്മൾ അറിഞ്ഞില്ല. ഇവിടെ പെണ്ണുങ്ങളെ കുളിക്കാനും സമ്മതിക്കൂലാച്ചാ. എനിക്കൊരു തെറ്റ് പറ്റി. എല്ലാരും അറിയിച്ചെന്നെ കൂടുതൽ ബസമാക്കല്ല. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. നിങ്ങൾ ഇപ്പം ചെയ്തത് നാണം കെട്ട പണിയാണ്. പോട്ടെ പാതുർത്താത്ത, വീടും കുട്ടിയൊക്കെ വിട്ടു നിൽക്കുന്ന മനുഷ്യന്മാരല്ലേ, മനസ്സൊന്ന് വാളിട്ടുണ്ടാവും. ഇതൊക്കെ തെറ്റല്ലേ അവറാനെ? നമുക്ക് വലിയ അമ്മ പെങ്ങന്മാരും. ഞാനിത് ഇത്ര വലിയ പ്രശ്നമാവെന്ന് വിചാരിച്ചല്ല. സോപ്പ് തേക്കണ എനിക്ക് കേൾക്കണ്ട. ഡേർട്ടി മാറ്റേഴ്സ് കഴിഞ്ഞത് കഴിഞ്ഞു. അവറാനെ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇനി ആവർത്തിക്കരുത്. ആ പാത്തുട്ടിയെ, നീ ധൈര്യമായിട്ട് പോയി കുളിച്ചോ. ഞാൻ ഡോറിന്റെ അടുത്ത് കാവലുന്നോളാം. എന്താണ് പ്രശ്നം? വാട്ട് ഈസ് എ പ്രോബ്ലം? പറയൂ. അക്രമാസക്തമായി ജനക്കൂട്ടമോ ഉടൻ പിരിഞ്ഞു പോണം. എല്ലാരും പിരിഞ്ഞു പോണം. ഈ ജവാൻ മുസ്തഫ ഇവിടെ വേച്ചമാനായിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും ഇവിടെ ഒരക്രമവും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. മുഴുവൻ അക്രമവും ഞാൻ തന്നെ ചെയ്യും. എന്താണ് കച്ചറ പാത്തൂട്ടി? അതല്ല, എന്താണ് പ്രശ്നം പാത്തൂട്ടിയെന്ന്? പ്രശ്നം തീർക്കാൻ ഒരു പറമാണി വന്നിക്കണ്. ഒന്ന് പോട ചെക്ക. നിങ്ങൾ എന്നെ ഇങ്ങനെ വില കുറച്ച് കാണരുത്. പട്ടാളത്തിലായിരുന്നപ്പോ അതിർത്തിയിൽ എന്തോരം പ്രശ്നങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയോ, 1987 ഇന്ത്യ ന്യൂഡൽഹി യുദ്ധം. അന്നൊരൊറ്റ തോക്കുകൊണ്ടാണ് ഞാൻ 10-36 പട്ടാളക്കാരോട് യുദ്ധം ചെയ്തത്. ഓനോലൊക്കെ യുദ്ധം ചെയ്തിട്ടുള്ളത് അതിർത്തിയിൽ നോക്കാൻ തോന്നിയാൽ ഓനെ പട്ടാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ജവാൻ മുസ്തഫയ്ക്കാണോ ഈ നിസ്സാര പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്തത്? പറയൂ പാത്തൂട്ടി താത്ത, നിങ്ങൾ ആരാണ് മാനഭംഗപ്പെടുത്താൻ വന്നത്? എന്റെ വാപ്പ. നമ്മുടെ ബാപ്പ അത്രയ്ക്ക് മോശക്കാരനാണ്. വെറുതെ എന്തിനാ മുസ്തഫ പാത്തുട്ടിന്റെ വായല ചീത്ത കേൾക്കണേ? പാത്തുട്ടിയെ, നമ്മക്കിടയിൽ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? പറ, എന്താ ഉണ്ടായത്? സൂപ്പിക്കാക്ക ചോദിച്ചോണ്ട് മാത്രം ഞമ്മള് പറയാണ്. കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി വാതിലടച്ച്. എന്നിട്ട് കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി വാതിലടച്ച്. വാതിൽ ഒരു പ്രാവശ്യം അടച്ചല്ലോ, അടച്ചതിന് ശേഷമുള്ള പറ. മേലൊക്കെ നനച്ച് കുളിക്കാൻ തുടങ്ങി. സോപ്പ് തേക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോ എന്താ കഥ? അവരാനൊളിച്ചു നോക്കണ്ടില്ലേ? എന്റെ ബാപ്പ ഒളിച്ചു നോക്കുന്നു. അത് പറ. അപ്പൊ എന്റെ ബാപ്പയല്ല, അബ്ദുറഹ്മാനിക്കയുടെ ബാപ്പയാണ് മാനഭംഗപ്പെടുത്താൻ വന്നല്ലേ? സൂപ്പിക്കാക്ക, ഈ പഹയനോട് മുണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോളി. ദയവായി ഒന്ന് മുണ്ടാണ്ടിരിക്കുന്ന കൂടെ പറപ്പേളെ. പാത്തുട്ടി എജ്ജി പറ. ഞാൻ സോപ്പ് തേക്കാൻ വേണ്ടി നോക്കുമ്പോ എന്റെ സോപ്പ് കാണാനില്ല.
പോന്നാണേം കൂട്ടറേ. ഇതൊരുമാതിരി ബിരുന്നിന് വിളിച്ചിട്ട് ചോറില്ലാന്ന് പറഞ്ഞ പോലെയായി. എല്ലാരും പോവാൻ പറ്റേ. നിന്റെ ചന്ദ്രിക സോപ്പ് കട്ടെടുത്ത് കുളിച്ച ആളാരാത് അറിയണ്ടേ നിങ്ങക്ക്? ഈ നിൽക്കണ മനുഷ്യരാ. കുളിക്കാൻ നേരത്ത് നോക്കിയപ്പോ കണ്ടത് ആ സോപ്പാ. അത് പാത്തുട്ടിന്റെയാന്ന് എനിക്കറിയില്ലേ. പോട്ടെ പാത്തുട്ടെ, ഓനൊന്ന് കുളിച്ചു എന്നല്ലുള്ളൂ. അവരാനെ പാത്തുട്ടിന് സോപ്പാണ്ട് കൊടുത്താളാ. ഇയാള് കുളിച്ച സോപ്പ് എനിക്ക് വേണ്ട. അത് ഈ പറഞ്ഞ സോപ്പിനെ 501 സോപ്പ് ഉപയോഗിച്ച് നന്നാക്കി ഒന്ന് കുളിപ്പിച്ച് ഉപയോഗിച്ച് നോക്കിക്കൂടെ? അതിനു മുമ്പ് അവരാനിക്കാം ഒരു 501 ബാർ സോപ്പ് മേടിച്ചിട്ട് നന്നായിട്ട് ദേഹം കഴുകി ഒന്ന് ശുദ്ധിയാക്ക്. പാത്തൂട്ടി താത്താതെ ഏറ്റ സോപ്പ് ഇട്ടല്ലേ തേച്ച് കുളിച്ചത്. ഈ കുട്ടി എന്നെ പിടിച്ച് തല്ലണ്. മുസ്തഫയ്ക്ക് ഡ്യൂട്ടി ഗേറ്റിലല്ലേ, പിന്നെ അല്ല ഇവിടെ ചെറിയ കശപിശ വന്നപ്പോ സോൾവ് ചെയ്യാം. മുസ്തഫയുടെ ജോലി ചെയ്താ മതി. അതുകൊണ്ടാവും രാത്രി പലരും മതിൽ ചാടി പുറത്തു പോകുന്നത്. മതില് ചാടി പുറത്തു പോകുന്നു? ഒരിക്കലുമില്ല. ഞാനിവിടെ കാവൽ നിൽക്കുന്നിടത്തോളം കാലം ഒരുത്തനും ചാടില്ല. അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ മതിൽ ചാടിക്കോട്ടെ ഇക്കാന്ന് ചോദിച്ചപ്പോൾ ചാടണ്ടെന്ന് കർശനമായിട്ട് പറഞ്ഞവനാണ് ഈ ജവാൻ മുസ്തഫ. പിന്നെ എങ്ങനെ ഇവര് ചാടും? ഞാൻ ഒരിക്കലും ഒരുത്തനും ഒരു മതിൽ ചാടിക്കില്ല. മതി താൻ ഗേറ്റിലേക്ക് പോ. ചാടാൻ പാടാ. നീയൊക്കെ കൂടി ചാടി ചാടി എന്നെ ഇവിടെ അടിക്കല്ലേ. നിങ്ങൾ ഓരോരുത്തർ ജോലിക്ക് പോയിക്കോളൂ. നിങ്ങൾ പോവാൻ വരട്ടെ. വാ. നിങ്ങൾ ഇന്നലെ രാത്രി ഏത് സിനിമയ്ക്കാ പോയത്? അതിനിവിടെ സിനിമ കൂടാൻ അടുത്തുണ്ടോ? ഈ പടിക്കപ്പുറത്ത് ഞാനൊരു റോഡ് തന്നെ കണ്ടിട്ടില്ല. എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട. ദേവസി ചേട്ടൻ പറ, നിങ്ങൾ ഇന്നലെ രാത്രി എങ്ങോട്ടാ പോയത്? ചോദിച്ച കേട്ടില്ലേ? ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേന്ന്. അതിനെന്തിനാ കരയണത്? അത് ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അത് പിന്നെ ഇനി ആവർത്തിക്കരുത്. അന്റെ കരച്ചില് ഞമ്മളെ കാത്തുമുത്തേ. എന്താ എന്റെ അഭിനയം? ഇതിന് ലേശം സാമ്പാർ വയ്ക്കണോ? എനിക്ക് ലേശം ചോറും. അടി പിടിച്ച സാമ്പാറാണെങ്കിലും വളിച്ച ചോറാണെങ്കിലും തീറ്റക്കൊരു കുറവുമാണ്. മൂക്കറ്റം മാരി വലിച്ച് തിന്നിട്ട് കുറ്റം പറഞ്ഞറിഞ്ഞോളി. സാമ്പാർ കുളിച്ച് മോര് കഴിച്ച് ഉപ്പേരി ചിരീവ കഴിച്ച് തിന്നോളി നന്ദില്ലാത്തവരെ. ബാക്കിയുള്ളോ തിജിരും പുകയിലും കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരുത്തിനും അറിയണ്ടല്ലോ. നിങ്ങളൊക്കെ തീറ്റയില് മര്യാദ ഇല്ലാത്തവരാന്ന് എനിക്കറിയാം. എന്നാൽ ഇത് വെച്ചുണ്ടാക്കണ എന്നോടും അവനവന്റെ വയറിനോട് ഒരിത്തിരി ദയാ അത് നിങ്ങൾ കാണിക്കണം എന്ന എന്റെ അപേക്ഷ. അന്റെ കുടുംബത്തിന് കൊണ്ടുവന്നിട്ടല്ല ഇവിടെ വെച്ച് വിളമ്പണത്. മര്യാദക്ക് ചോറ് വിളമ്പടാ. എന്റെ വയറൊഞ്ച് കിടന്നാലേ ഗാസ് വരും. എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം അദ്രുമാൻക? ഓ ഇപ്പൊ അദ്രുമാനിക്കേ കുഴപ്പക്കാരൻ. ഈ ഇരിക്കണവരൊക്കെ മര്യാദക്കാരായ മുത്തുമക്കളും കാണിച്ചിരുണ്ട് പയരെ. ഒരു ദിവസം ഞാൻ സാമ്പാറിൽ വിഷം കലക്കും. എന്താ നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല. സൂപ്രണ്ടനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിന്നെ ഒന്ന് പുറത്താക്കി തരണം. ഇവിടുന്ന് പോയാലും എനിക്ക് ജീവിക്കാനുള്ള പണിയൊക്കെ അറിയാം. അദ്രുമാൻക്കൊക്കെ ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ അത് സൂപ്രണ്ടിനോട് നേരിട്ട് പറഞ്ഞാ മതി. ഇപ്പൊ എല്ലാരും സമാധാനായിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ. ഭക്ഷണത്തിന് ശേഷം എല്ലാരും ഹാളിലേക്ക് വന്നോളൂ. സൂപ്രണ്ട് മേഡം എത്തിയിട്ടുണ്ട്. സൂപ്രണ്ട് വന്നിട്ടുണ്ടോ? അവരെ പാടുണ്ടാവുമല്ലോ. അപ്പോ സൂപ്പറിനോട് പറഞ്ഞിട്ട് നാളെ അബ്ദുറഹ്മാൻ പോവില്ലേ? സുഖല്ലേ വയമാക്ക? ഞാനൊരു തമാശ പറഞ്ഞു വെച്ചിട്ട് ഇവിടുന്ന് പോകാൻ മടിണ്ടായിട്ടല്ല, പട്ടിണി ഇടുന്ന് മയ്യത്താണ്ടാച്ചിട്ടാ. അവരാരിക്ക ഒരു കുഞ്ഞിക്കയിലും കൂടെ ചോറിട്ടെ. എനിക്ക് വേണ്ട. സൂപ്രണ്ട് വന്നിക്കണ്. തൊള്ള കൈക്ക് തൊണ്ട ശരിയാക്കട്ടെ. പാട്ട് പാടണ്ടേ? അവറാന്റെ പാട്ടിന് മുൻപ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിൽ പലരും ഇവിടെ വഴക്കിടാറുണ്ടെന്നും
പിണങ്ങാറുണ്ടെന്നും നൂർജഹാൻ എന്നോട് പറഞ്ഞു. പക്ഷേ അതൊക്കെ അപ്പപ്പോഴുള്ള തോന്നലിനോടൊത്തുണ്ടാകുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങളാണെന്നും കാലങ്ങളോളം അത് മനസ്സിൽ സൂക്ഷിക്കുന്ന പകയോ വൈരാഗ്യമോ അല്ലെന്നും എനിക്കറിയാം. എന്നാലും ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവനെ പോലെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കേണ്ടവരുമായ മക്കളാലും കുടുംബത്താലും ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ എത്തിയവരാണ് നിങ്ങളിൽ പലരും. ഇനിയുള്ള കാലം നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് നിങ്ങളെയുള്ളൂ. മക്കൾക്ക് കൊടുക്കാൻ ബാക്കി വെച്ച സ്നേഹം ഇനി നിങ്ങൾക്ക് കൂടെയുള്ളവർക്ക് കൊടുക്കാം. എന്നെ ചവിട്ടി പുറത്താക്കിയ മക്കൾക്ക് കൊടുക്കാനുള്ള ദേഷ്യം അത് ഞാൻ ആർക്കാ കൊടുക്കുക? ആ പരിഭവം പാത്തുട്ടി പടച്ചോനോട് പറയാം. പൊറുക്കാനുള്ള മനസ്സ് പടച്ചോൻ തരും. പാടാനായോ? അവറാനിരിക്കെ അവറാന്റെ പാട്ട് കഴിഞ്ഞിട്ടേ യോഗം പിരിയുള്ളൂ. പിന്നെ നിങ്ങൾക്കിവിടെ ഒരുപാട് സൗകര്യക്കുറവുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിലെ കുറവുകൾ പൊറുക്കുന്നത് പോലെ നിങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടണം. ഈ ശരണാലയത്തിന് വിദേശ ധനസഹായമോ വ്യവസായ കുത്തകളുടെ സഹായമോ നമുക്കില്ല. തരാൻ ആരും ഒരുക്കമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. തിന്മയുടെ കറ പുരണ്ടിട്ടില്ല എന്നുറപ്പുള്ള സംഭാവനകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. പിന്നെ ഈ ശരണാലയത്തിന് വേണ്ടി പ്രതിഫലേച്ഛ കൂടാതെ സേവനം അനുഷ്ഠിക്കുന്ന നൂർജഹാൻ, മുസ്തഫ, അബ്ദുറഹ്മാൻ, ഇട്ടിച്ചിരി, അങ്ങനെ പലരും. ഇവരെ നിങ്ങൾ കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിക്കണം. ഇനിയും കെട്ടിടങ്ങളും നിറയെ അന്തേവാസികളുമായി ഈ ശരണാലയം വളരണമെന്നല്ല എൻ്റെ ആഗ്രഹം. പുറന്തള്ളപ്പെടുന്ന മാതാപിതാക്കളില്ലാത്തൊരു കാലം വന്ന് ഈ ശരണാലയം അടച്ചു പൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ വിധി മറ്റു മാതാപിതാക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചോ? വിഷമിക്കണ്ട. ഇവിടെ ആരും അനാഥരുമല്ല, അശരണരുമല്ല. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളല്ലേ നമ്മൾ. എല്ലാറ്റിനും മീതെ ആ കുടുംബനാഥൻ അള്ളാഹുമുണ്ട്. എല്ലാരും ഒന്ന് ഉഷാറായേ. നിന്റെ വിസിൽ വിട വേണ്ട. ഉഷാറാവണമെങ്കിൽ അവറാന്റെ പാട്ട് തന്നെ വേണം. പേര് മറന്നോന്നൊരു പേടി. ഒന്നും മറക്കൂല. നിന്റെ വിസിൽ വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിന്റെ ഹിന്ദി അസ്സലാമു അലൈക്കും. കുഞ്ഞാഞ്ഞെ ഓതാൻ പോണ്ടേ, കുഞ്ഞാഞ്ഞെ ഓതാൻ പോണ്ടേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Ready, 1, 2, 3. വിസിൽ ഊതിയാലേ അടിക്കാൻ പാടുള്ളൂ. Ready, 1, 2, ഊതിയില്ല. ഊതാൻ ഊതാമോട്. അടി ചീഞ്ഞ പന്തല്ലേ? മുഹമ്മദേ, നിങ്ങളെ പേരക്കുട്ടി മിടുക്കിയാണ്. അവളെ പാട്ട് പഠിപ്പിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട. 10 കഴിഞ്ഞാൽ കോളേജ് എടുപ്പിന് വിടണം. അതേക്ക് പൂതിയുള്ളൂ. രണ്ടും നടക്കും. എന്താ പോരെ? മുഹമ്മദേ, നിങ്ങളെ മകന്റെ പേര് അൻവർ എന്നാണല്ലേ? ഗൾഫിൽ നിന്ന് അയാളെന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ഇവിടെയാണെന്ന വിവരം അയാൾ അറിയുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. അയാൾക്ക് ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറയട്ടെ? സൂപ്പറിന് തെറ്റിയതാ.
ഞങ്ങളുടെ മോൻ്റെ പേര് അൻവർ എന്നല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുമില്ല. സൂപ്രണ്ടേ, എന്റെ മോൻ മുജീബറ്റ വിളിച്ചു ഖത്തർന്ന്. വിളിച്ചിരുന്നു. ഉപ്പാക്ക് സുഖാണോന്ന് ചോദിച്ചു. തിരക്ക് കാരനാണ് ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന് പറയാനും പറഞ്ഞു. എന്തിനാ സൂപ്രണ്ട്? എന്റെ മോൻ മുജീബല്ലേ, ഓൻ വിളിക്കൂല, എനിക്കറിയാം. പോട്ടെ, ഞാനാ കോളി. 10 കൊല്ലമായിട്ട് വിളിക്കാത്തൊരു മകൻ വിളിക്കുക. എനക്ക് തോന്നുന്നുണ്ടോ അമ്മനുട്ടി അങ്ങനെ ഉണ്ടായിണ്ടാവുന്നു? ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും. ഉപ്പാക്കും ഉമ്മാക്കും സുഖാണോന്നറിയാനാവൂല, മയ്യത്തായോന്നറിയാനാവും. അത് വിളിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? മയ്യത്തായി. ഓൻ്റെ ഉപ്പയും ഉമ്മയും 10 കൊല്ലം മുമ്പ് മയ്യത്തായി. അല്ല അമ്മനുട്ടി, എനക്ക് പൂതിയുണ്ടോ ഫോണിലും പറഞ്ഞു കേൾക്കാൻ? കേക്കണ്ട. സൂപ്രണ്ട് പറഞ്ഞ പോലെ ഇതന്നെയാ ഇനി നമ്മുടെ കുടുംബം. ഇതിന്റെ പുറത്തൊന്നും ഇനി ഒരാളും നമ്മളെ വിളിക്കണ്ട. കൊല്ലൂടി ഞാൻ എന്നെ കുട്ടി പിശാചേ. പോത്തുന്നോടെ കളി. ഞാൻ വേണച്ചിട്ട് ചെയ്തല്ല, ഇന്നത്തല്ലേ വല്ലിപ്പാ. എന്താ അത്? ഈ എന്താ എന്റെ കുട്ടീനെ കാട്ടുന്നത്? കുട്ടികള് പാത്തുനടുത്ത് വേണ്ട. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം എന്ത് തെറ്റാ എന്റെ കുട്ടി എന്നോട് ചെയ്തത്? നിങ്ങളെന്റെ ചോദ്യം ചെയ്യാ? എന്താ ഓളോടെ ചോദിക്കും? എന്താ മോളെ ഉണ്ടായത്? പറ. എത്ര ഓർക്ക പന്ത് തട്ടിയാലും പിടിച്ചോളാന്ന് അവരമാമൻ പറഞ്ഞ്. ഞാൻ തട്ടിയപ്പോ അവരമാമൻ പിടിച്ചില്ല. അങ്ങനെയാ പാത്തുട്ടിമാന്റെ മേല് പന്ത് തട്ടിയത്. അല്ലാതെ ഞാൻ അറിഞ്ഞോട് ചെയ്തതല്ല. കണ്ടില്ലേ എന്നിട്ട് ഓളെ കള്ളക്കരച്ചില്? അറിഞ്ഞിട്ടില്ലല്ലോ. അടിച്ചോളെ കണ്ണുപൊട്ടിക്കുക. എന്തിനാ എന്റെ കുട്ടി എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതെന്നല്ലോ. ഓൽക്ക് പ്രാന്തം. എന്റെ മാളുവാ പീരാന്തന്റെ ഉമ്മക്കാണ്ടി മാളാണ് വലി മേല്. ഏതോ ഒരുത്ത് ഗേറ്റും പടിക്ക് കൊണ്ടിട്ടത്. എങ്ങനെയുണ്ട് അന്റെ മാളാവണത്? ഇവിടെ പെട്ടോളം ഒരുപെട്ടോളാവും. അതിന്റെ സ്വഭാവം കൊണ്ട് നമ്മള് കാണിക്കരുത്. പാത്തുട്ടിനെ മുണ്ടരുത്. ആര് പറ്റൂന്നല്ല, ഞങ്ങള് സ്നേഹിച്ചു പോറ്റുന്ന മോളാ. മോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മോളെ തൃപ്തിയായില്ലേ? ആ പാവം കുട്ടീന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോ അനക്ക് തൃപ്തിയായില്ലേ? കഷ്ടം. എന്തിനായത് പാത്തുട്ടിയത്? ഒന്ന് പോതേ. എന്റെ മാള് ഞങ്ങളുടെ പേരക്കുട്ടി അല്ലാന്ന് പറഞ്ഞത് പാത്തുട്ടിയല്ലേ? പാത്തുട്ടിക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഈ എന്തിനാ അമ്മനുട്ടിയെ ഓളോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കണത്? നമുക്ക് ഓള് പേരക്കുട്ടില്ലേ, പക്ഷെ ഓൾക്ക് നമ്മള് വലിയപ്പയും വലിയമ്മല്ലായിരിക്കാം. അതുകൊണ്ടല്ലേ ഏതോ ഒരുത്തി പ്രാന്ത് പറഞ്ഞപ്പോഴേക്ക് ഓളിങ്ങനെ കരയല്ല. എന്റെ മോൾട്ടി, ഈ കരച്ചില് കണ്ട എന്റെ വലിയപ്പാക്ക് സഹിക്കും തോന്നുന്നുണ്ടാ? വലിയപ്പാന്റെ കാര്യം പോട്ടെ, എന്റെ വലിയമ്മക്ക്. വല്ലിപ്പ വിഷമിക്കല്ലേ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇതന്നെയാ എന്റെ വല്ലിപ്പയും വല്യമ്മയും. ഈ കേട്ടോ അമ്മനുട്ടിയോട് പറഞ്ഞത്? എന്ത് പറഞ്ഞത്? എന്താ പറഞ്ഞേ? കുന്തം. ഇതിൽ പേത കൊണ്ടോകുക. പാകായ പഴുപ്പ് ഇതാ, പക്ഷെ എണ്ണത്തിൽ കൂടുതൽ ഇതാ. കുഴപ്പത്തിലായല്ലോ റബ്ബേ. കുഴപ്പമില്ല. അല്ല ഇങ്ങക്ക് ഇടുന്നതൊക്കെ പഞ്ചാര പഞ്ചാര തട്ടും വെച്ച മത്തൻ കടലാസിൽ പോയി വെച്ചാ പോയി. ചേന അടുപ്പിന്റെ അപ്പുറത്ത് തേങ്ങ അടിക്കും അടിക്ക.
ആ, അവിടെ. എന്നാ പിന്നെ നിങ്ങൾ വേണ്ട മാതിരിയൊക്കെ ചെയ്യ്. ഞമ്മള് പോട്ടെ. ആ, അടുക്കള വാതിരി പൂട്ടണേ, കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഉള്ളതാ. ഇവൻ നന്നാവൂ അവറാനെ. എനിക്ക് തോന്നണില്ല. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ബസ് ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടുന്നതിനെ ചൊല്ലി കേരളവും കാർഗിലിൽ വീണ്ടും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം. കശ്മീരിലെ കാർഗിൽ മലമടക്കുകളിൽ കാർഗിലിൽ നുഴഞ്ഞു കയറിയ എങ്ങനെ നുഴഞ്ഞു കയറായിരിക്കും? നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അതിർത്തിയൊക്കെ അനാഥമായി. അല്ല, നിങ്ങൾ ഇപ്പോഴും ഉണ്ടാ? എന്തേനു? അല്ല, ഇന്നാളൊരു പേപ്പറിലെ ഒരു 45-കാരൻ വണ്ടി മുട്ടി മരിച്ചു എന്നൊരു വാർത്ത വായിച്ചയാ. ഞാൻ വിചാരിച്ചത് നിങ്ങളായിരിക്കും. മരിച്ചോന്റെ പേര് അബൂബക്കർ? ഏയ്, അതൊന്നും നമ്മൾ വായിച്ചില്ല. ഞാൻ അങ്ങോട്ട് ആഗ്രഹിച്ച്. അത് ചിലപ്പോ എന്റെ അത്യാഗ്രഹമായിരിക്കും. വാച്ച്മാൻ ഇടിവെട്ടി മരിച്ചു എന്ന വാർത്തയും വരും. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് നമ്മളെ തെക്കേ പറമ്പിൽ നിൽക്കണേ മൂവാണ്ടമ്മാവന്റെ മാങ്ങ. ആ മോട്ടോർ പെരേന്റെ അടുത്ത് നിൽക്കണതേ. ഇത് പിന്നെ മുറ്റത്ത് നിൽക്കണ പേരേമുണ്ടായത് ഒരു ചക്ക കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ തോന്നി വേണ്ടാന്ന്. ഇത്രയും ദൂരം കെട്ടിപ്പൊക്കി കൊണ്ടെന്നാല് നിങ്ങളതൊന്നും കഴിക്കൂലല്ലോ. അവിടുന്ന് കൊണ്ടുവരുന്ന ചക്കയായാലും മാങ്ങയായാലും അവിടുത്തെ വിശേഷങ്ങളായാലും അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ അബൂബക്കറെ? എൻ്റെ വീട് നിതാ, അല്ലാതെ ഉറവിൽ തറവാടല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രം അവിടെ ഉള്ളതൊക്കെ നിങ്ങളതല്ലാണ്ടാവോ? അൻവർ നിങ്ങളെ മോനല്ലാണ്ടാവോ? മുനീറ മരോളല്ലാണ്ടാവോ? ഷാനിമോൾ നിങ്ങളെ പേരക്കുട്ടി അല്ലാണ്ടാവോ? ഷാനിമോളോ? അൻവറിന്റെ കുട്ടീന്റെ പേരതാ. ആ കുട്ടിക്ക് ഇപ്പൊ 89 വയസ്സായിത്രേ. അൻവർ ദുബായിൽ നിന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ അടുത്ത് ഓനും കുടുംബം നാട്ടിൽ വരുന്നുണ്ടത്രേ. മോള് ഉപ്പാന്റെ നാടും വീടും ഉപ്പുപ്പാനും ഉമ്മമ്മാനും ഒക്കെ കാണാൻ പൂതിപ്പെടുന്നുണ്ട്. അപ്പോ ഞങ്ങൾ ശരണാലയത്തിലാ കഴിയണമെന്ന് പോലെ പറഞ്ഞു കൊടുത്തതും സൂപ്പറിന്റെ നമ്പർ കൊടുത്തൊക്കെ ഇയാണല്ലേ? അത് പിന്നെ ഓൻ അങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോ ഞാൻ ഒരു തറവാട്ടിലെ പണിക്കാരനല്ലേ, ചോദിച്ചാ പറയാണ്ടക്കാൻ പറ്റുമോ? പിന്നെ ഓൻ ചോദിക്കണത് ഓന്റെ വാപ്പാന്റെ ഇമ്മാന്റെയും കാര്യല്ലേ, മറച്ചു വെക്കാൻ എനിക്ക് എങ്ങനെയാ? അബൂബക്കർ നിർത്ത്. ഇതൊക്കെ പറയാനാ അബൂബക്കർ ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ മേലെ അങ്ങോട്ട് വരണ്ട. എവിടെയായാലും ഞങ്ങളുടെ മോൻ സുഖമായിട്ട് കഴിയണേന്ന് നിങ്ങൾ പടച്ചവരോട് തേടാറുണ്ട്. ഓന് സുഖവും സ്വസ്ഥതയും ഉണ്ടാവണമെങ്കിൽ ഓൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഉണ്ടായിക്കൂടാ. ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഓനും. ഇപ്പൊ പോയാൽ രാത്രിക്ക് മുമ്പ് കോട്ടയ്ക്കലെത്താം. അബൂബക്കർ പോ. ഒക്കെ നമ്മുടെ പുരയിലുണ്ടായതാ. ഇതൊക്കെ അബൂബക്കർ കെട്ടിപ്പോഞ്ഞെടുത്തോണ്ട് വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നത് നമ്മൾ മറക്കാൻ ശ്രമിക്കണ ഓർമ്മകളാ. ഒറുവിൽ തറവാട്, അവിടേക്കൊരു തിരിച്ചുപോക്ക് ഇനി നിനക്കാവോ അമനുട്ടി? ഇത് ഈ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പന്ത എന്നിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഒരു പന്ത, പണ്ടത്തെ പന്തല്ലേ പന്ത്. അതെന്ത് പണ്ടായിരുന്നു പന്ത്? പണ്ടത്തെ പന്ത് എന്ന് പറഞ്ഞാൽ 5-8 കിലോ തൂക്കണ്ടാവും. ഇത് വെറും പതിര്. എന്തായാലും വയസ്സാം കാലത്ത് ബാപ്പാക്ക് കളിക്കാൻ കൊണ്ടുവന്ന കളിപ്പാട്ടം കൊള്ളാം. അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയാച്ചാണ് മനസ്സിയാ.
രാത്രിയാവുമ്പോ മേലും കയ്യും വേദനിക്കണമെന്ന് പറയരുത്. ഈ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. പണ്ട് തിരൂരങ്ങാടി പന്തളി മത്സരത്തില് സ്ഥിരം ബാക്ക് നിന്ന് കളിച്ചോളാം ഞാൻ. അറിയോ നിനക്ക്? അറിയോ? ഈ ബാക്ക് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാലേ ഗോൾ പോസ്റ്റിന്റെ ബാക്കില് ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്ന് കളി കാണുകയാണോ വാപ്പ? ഈ അങ്ങനെ എന്നെ കളിയാക്കണ്ട. ഇപ്പോഴും തിരൂരങ്ങാടി പന്തളി മത്സരത്തില് നമ്മളെ ലൈൻ റെഫറിയാൻ വിളിക്കലുണ്ട്. അറിയോ നിനക്ക്? പിന്നെന്തേ പോയിക്കൂടെ? അതിനിപ്പോഴത്തെ പന്തളിയൊക്കെ ഒരു പന്തളിയാ? പണ്ടോ പന്തളി, പണ്ടത്തെ പന്തളിയല്ലേ പന്തളി. ഇന്നത്തെ സെവൻസ് ഫുട്ബോളില് ഏഴാളിലെ ടീമില്, അന്നത്തെ സെവൻസ് ഫുട്ബോളില് ഒരു ടീമില് 10-15 ആളുണ്ടാവും. അതെ, പിന്നെ അപ്പൊ പണ്ടത്തെ 11 ടീമിൽ ഒരു 19 ആൾക്കാരെങ്കിലും ഉണ്ടാവല്ലോ ഉപ്പ. ഏയ് അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും 10-25 ആളൊക്കെ ഒരു ടീമിലുണ്ടാവും. പിന്നെ ചോദിക്കണോണ്ട് ഉപ്പാക്കൊന്നും തോന്നരുത്. ഒന്നും തോന്നില്ല. ഉപ്പേ നന്നായിട്ട് നോണ പറയില്ലേ? അതിനിപ്പണ്ടാ മാനേ നോണ? പണ്ടത്തെ നോണല്ലേ നോണ? അറിയില്ലെങ്കിൽ എന്റെ ഉമ്മാട് വെച്ചോ. എന്താ ഉപ്പയും മക്കളൊക്കെ ഒരു തമാശ. അതിനിപ്പണ്ട വീക്കുട്ടിയാത്ത തമാശ. എന്റെ ഉപ്പാന്റെ പണ്ടത്തെ കാലത്തെ തമാശല്ലേ തമാശ. അതെ, ആ നേരെ 4 മണിയായി മുനീറ. ഈ പോയി ചാണ്ടായിക്ക. വീക്കുട്ടിയാത്താക്ക് തിന്നാനും എന്തേലും എടുത്തോ? അക്കുമായിക്കോട്ടെ തിന്നാൻ. പിന്നെ എന്തൊക്കെ ഉണ്ട് വീക്കുട്ടിയാത്ത വിശേഷങ്ങള്? റഹീമിന്റെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഓൻ തോറ്റപ്പോ പഠിത്തം നിർത്തി. ഇപ്പൊ മണലിന്റെ ഏർപ്പാടാ. അൻവർ എപ്പോഴാ എത്തിയത്? ഇന്ന് കാലത്ത്. ഞാൻ അയലോകത്ത് കൂടെ ഒക്കെ ഇറങ്ങണം നേരത്തെ ഇരിക്കായിരുന്നു. അതിന് എന്റെ ഉപ്പാന്റെ തമാശ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമാശ പറഞ്ഞിരിക്ക്. ഞാൻ മുനീറാന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ബീക്കുട്ടിയിലെ ചെക്കനപ്പോ ബ്ലാക്കിൽ പോയ പണ കടത്താൻ ഏർപ്പാടാ. ബീക്കുട്ടിക്ക് പരദൂഷണത്തിന്റെ കള്ളക്കടത്തും. പിന്നെ ഉപ്പ ഈ പറഞ്ഞതും പടച്ചോന്റെ കണക്കിൽ പരദൂഷണത്തിന്റെ ലിസ്റ്റിലാ വരിക. അതിനിപ്പണ്ട മാനേ പരദൂഷണം? അന്റെ ഉപ്പാന്റെ പണ്ടത്തെ പരദൂഷണല്ലേ പരദൂഷണം. അൻവർ വരുമ്പോ അനക്ക് എന്തേ കൊടുന്ന്? ആവോ, ഒന്ന് മിണ്ടി പറയാൻ പോലും ആളിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ഇക്കം തോന്നി അൻവർ ഇപ്പോഴും ഉമ്മാന്റെ ഉപ്പാന്റെ അൻവറൂട്ടി തന്നെ അല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ? ആണ്. പക്ഷേ ഓന അന്റെ പുയ്യാപ്പിളയും കൂടിയല്ലേ? അത് ഓൽക്കൂടെ തോന്നണ്ടേ? ഇന്നത്തെ കാലത്ത് പാവം പിടിച്ചിരിക്കണവർക്ക് ഒന്നും ഉണ്ടാവൂല മുനീറ. മാപ്പിളേന്റെ മേലൊരു പിടുത്തല്ലാച്ചാ ഓല് പോണ വഴിക്ക് അങ്ങോട്ട് പോവും. അസംകുട്ടിയാജീന്റെ മരിയോളെ യൂസഫ് ഇടപാട് തീർക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ബാപ്പയും ഉമ്മയും ഇടപാട് തീർക്കാൻ പറഞ്ഞ് ഓൻ തീർത്ത്. ഇതൊക്കെ എനിക്ക് പുല്ലാ പോക്കരെ. എന്റെ മാന എങ്ങനെ പ്രവർത്തിച്ചോ? കൈകൊണ്ട് തൊടാതെ നിലം തൊടാതെ നെടുത്തെടുക്കും. അത് വേണോ ഔക്കർക്ക? ഉള്ളിലൊന്നും ഇല്ലാത്ത തലയാണോ എമ്മാക്ക? അത് പൊളിഞ്ഞോ? കളിയാക്കണ്ട. 2 കുത്തി തായമ്പോ തലയത്. അത് ശരി. അപ്പൊ അത് നിസ്കാരത്തായമ്പല്ലേ? ചായ കുടിക്കണില്ലേ? ഇവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുക മുനീറ. റെഫറിയായിട്ട് ഔക്കറൊക്കെ നിക്കണ കാണില്ല ഞങ്ങള്. ഒന്നുകിൽ ചായ ഹാഫ് ടൈമിന്, അല്ലെങ്കിൽ ചായ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വാ. പിടിയടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നൊക്കെ അങ്ങനെ പോവും. അബ്ബോക്കർ പോയി പന്തിട്ടുണ്ടാ? ഞാനേ ഇപ്പൊ നിങ്ങളെ കാര്യസ്ഥനൊന്നല്ല, റെഫറിയാ. നിങ്ങളെന്നെ പോയി പന്തെടുത്തുണ്ടാ. അതാണ് നിയമം. ചെല്ലി ചായയും കൊണ്ട് പിന്നാലെ നടക്കാനൊന്നും എനിക്ക് വയ്യ. കുട്ടിക്കളി കളിക്കാൻ കുട്ടികളൊന്നല്ലല്ലോ. ഹാളില് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളി. എന്താടോ എന്റെ പെണ്ണും പിള്ളേക്ക് ഇത്ര പവറ്? ഞമ്മക്ക് കളി നിർത്തിയാലോ ഉപ്പ? കഴിഞ്ഞിലൊടോ എന്റെ ഒരുക്കം. നേരെ എത്രയായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ബെഡ്റൂമിൽ വരുമ്പോ മാത്രമേ ഭാര്യയുടെ വിചാരമുള്ളൂ. ഉപ്പാന്റെ ഉമ്മാന്റെ കുട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓരോ നടുക്ക് പോയി കിടന്നോളി. അത് ശരി. അപ്പൊ അനക്കുണ്ടില്ലേ നല്ല കുശുമ്പ് അല്ലേ? ഉറപ്പായിട്ടും എനിക്ക് നല്ല കുശുമ്പുണ്ട്.
പക്ഷെ അത് ഇഷ്ടം കൊണ്ടാ. ഇന്ന് വന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും എന്റെ അടുത്തിരുന്നോ? അത് പിന്നെ അവരെന്നെ കുറെ കാലം കൂടി കാണുന്നതല്ലേ. അപ്പൊ പിന്നെ ഞാനോ? ഇത്രയും കാലം നിങ്ങൾ എന്നാ വരികയെന്ന് ഓര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഡ്രാഫ്റ്റ് വന്നില്ലെന്നും പറഞ്ഞ് ബേജാറാവണേ കണ്ടുണ്ട്. പക്ഷെ ഞാനോ എത്ര പ്രാവശ്യങ്ങൾ കിനാവ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ ആ ദിവസം ഉറക്കം കിട്ടില്ല. അങ്ങനെ ഉറങ്ങാണ്ട് കഴിച്ചുകൂട്ടിയ ദിവസം തന്നെ ഏറെ. ഒടുക്കം പൂതിപ്പെട്ട് കാത്തിരുന്ന് വന്നപ്പോഴോ? ഏയ് എന്താടി ഇത്? ഇനി കുറേ ദിവസം ഞാൻ എൻ്റെ കൂടെ തന്നെയല്ലേ. ഉപ്പയും ഉമ്മയും ഒറ്റക്കാവുമല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ അന്നേയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴും അവർക്ക് വേണ്ടി നഷ്ടപ്പെടുന്നത് എന്റെ സന്തോഷം അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? എന്നാ പറയേ, നിങ്ങൾക്ക് ഉപ്പാനോട് ഉമ്മാനോടാണോ അതോ എന്നോടാണോ കൂടുതൽ ഇഷ്ടം? അത് ഉപ്പാനോടും ഉമ്മാനോടുള്ള ഇഷ്ടം വേറെ, അന്നോടുള്ള ഇഷ്ടം അതൊന്ന് വേറെ. അതൊരു തരം ഒഴിഞ്ഞുമാറല. എന്നാ പറ, ഇതിലേതാ ഞാൻ? ഫോൺ പരപ്പനങ്ങാടിന്ന് അമ്മായിയാ. ചെല്ല്, അമ്മായിനോട് അമ്മാവനോടൊക്കെ തൗതായിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നോ. ഇതൊക്കെ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാ ശല്യം ചെയ്യാൻ. പെണങ്ങല്ലേ മോളെ, ഞാനിപ്പോ അങ്ങോട്ട് വരില്ലേ? വരണേ. ഓൻ കടന്നിട്ടുണ്ടാവും. ഇപ്പൊ വിളിച്ച് ശല്യം ചെയ്യേണ്ട വല്ല കാര്യണ്ടാ? ഓലോട് നാളെ വിളിക്കാൻ പറഞ്ഞൂടേനാ? അജ്ജത്തടി, ഞാൻ അത്രയും കൂടെ ഓർത്തില്ല. ദാ ഓൻ വരും ചെയ്ത്. അമ്മായിയാ, ഇജ്ജ് വന്നേക്കണെന്ന് പറഞ്ഞപ്പോൾ അവതാരിക്കണമെന്ന് പറഞ്ഞ്. ബുസ്രാന്റെ കല്യാണം ശരിയായിക്കണമല്ലോ. ഹലോ ഹലോ ഹലോ. എന്തേ? ഹലോ മറിയക്കുട്ടിയെ, ഹലോ ഹലോ. ഓള് ഫോൺ വെച്ചിരിക്കണ്. പഠിച്ചോനെ, നമ്മൾ പറഞ്ഞതൊക്കെ ഓള് കേട്ടിക്കണാവോ? എന്തായാലും എൻ്റെ മോൻ അങ്ങോട്ടൊന്ന് വിളിച്ചടാ. വേണ്ട, ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചോളാം നാളെ. അൻവറേ, ഹലോ മറിയക്കുട്ടി താത്ത. ആ, ഓൻ ഉറങ്ങിക്കണ്. ഓ ഇങ്ങക്ക് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആണില്ലേ? എന്തായി ബുസ്രന്റെ കാര്യം? ഓം വിഴാഞ്ഞത് ഭാഗ്യം. പേവ് പറ്റി തുടങ്ങിയത് ആദ്യം ഞമ്മക്ക് തന്നെയായിരുന്നു. മകൻ ഒരു പെണ്ണിന്റെ ഭർത്താവ് കൂടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണമായിരുന്നു, അല്ലേ മനുട്ടി? നേരം കുറയായി, കിടന്നോളി. ഉറക്കം വരുന്നില്ല. കിടന്ന അജ്ജ് ഉറങ്ങൂലെന്ന് എനിക്കറിയാം. അൻവറിന് 9 വയസ്സിലൊരു മോളുണ്ടെന്ന്. പറക്കാനിരുന്ന ആ കുഞ്ഞിനെ പോലെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് മനസ്സിലാക്കാതെ നീയും അവനൊട്ടെ. സാരല്ല, കരയണ്ട, പോട്ടെ. പതുക്കെ വാ, നോക്കി കേറ്. എൻ്റെ ചെരുപ്പ് തട്ടി തടഞ്ഞ് വീഴണ്ട. ദോക്കി ആശുപത്രി പോയാല് വന്ന് ഓലെ സന്തോഷം കണ്ടിട്ട് മുനീറാക്കി വിശേഷം ഉണ്ടെന്നാ തോന്നണത്. അവിടെ കുത്തിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയാൻ ഓൽക്ക് നാണുണ്ടാവും.
പിന്നെ ഉമ്മാന്റെ അടുത്ത് ഈ പറഞ്ഞാ മതി. മടിയാ, നിങ്ങൾ എന്നെ പറഞ്ഞാ മതി. ഞാനോ? അതൊന്നും പറ്റൂല. എന്തേ? വയറ്റിലുള്ള എനിക്കാണെങ്കിലും നിങ്ങളല്ലേ എന്റെ ആള്. ശരി, ഈ ഉറുവിൽ തറവാട്ടില് അവസാനം പിറന്ന കുട്ടി ഞാന്. 28 കൊല്ലത്തിന് ശേഷം പിറക്കാൻ പോകുന്നത് എൻ്റെ കുട്ടി. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വലിയ സന്തോഷമാവും. ഈ വാ. ഉമ്മ. എന്തേനു? അത് പിന്നെ മുനീറാനെ ചെക്കപ്പ് നടത്തി. മുനീറാക്ക് വിശേഷമുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. തന്നെ ഇജ്ജെന്നാ പോയി കയ്യും മോറും കേകി പോര്, ചോറ് വെച്ച. അല്ലുമ്മ, മുനീറാക്ക് വയറ്റിലുണ്ടെന്നാ ഡോക്ടർ. മുനീറാക്ക് വയറ്റിലുണ്ടെന്ന് വെച്ച് അണക്ക് വയറ്റിലേക്കൊന്നും കഴിക്കണ്ടേ? എന്താ അനക്കൊന്നും വേണ്ടേ? വേണച്ച കയ്യും മോറും കേകിയിട്ട് വാ. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? കുട്ടി പിറക്കാൻ പോണോന്ന് കേൾക്കുമ്പോ ഉമ്മയപ്പേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നൊക്കെയല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സ് കൊണ്ട് നടക്കുന്ന ഇഷ്ടമൊന്നും അവർക്ക് നിങ്ങളോടില്ല. അല്ലെങ്കിൽ പിന്നെ മോനൊരു കുട്ടി പിറക്കാൻ പോണെന്ന് കേൾക്കുമ്പോ ഏതെങ്കിലും ഒരു ഉമ്മ ഇങ്ങനെ പെരുമാറുവോ? ഓർക്ക് പേടിയാ, ഒരു കുട്ടി ജനിച്ച മകനീന്ന് കിട്ടുന്നതൊക്കെ കുറഞ്ഞു പോവോന്നൊരു പേടി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പിടിക്കുണ്ടാവില്ല. പേടി അൻവർക്ക, ഈ കുട്ടി പിറക്കാതിരിക്കാൻ വേണ്ടി ഓരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടി. ഈ പേടിക്കണ്ട, പടച്ചോ നമുക്ക് വേണ്ടിയാ ഒരു ജീവൻ എൻ്റെ വയറ്റിൽ നട്ടിക്കണത്. ആര് സന്തോഷിച്ചില്ലെങ്കിലും അതിൽ നമ്മൾ സന്തോഷിക്കുക. അതാരില്ലാതെയാക്കാൻ ശ്രമിച്ചാലും അത് നടക്കാനും പോണില്ല. നിങ്ങൾ വിഷമിക്കല്ലേ, ആരുമില്ലെങ്കിൽ എന്താ, നിങ്ങളെ സന്തോഷത്തിൽ കൂടാൻ ഞാനില്ലേ. ഞമ്മക്ക് ഞമ്മള് മതി അൻവർക്ക. എന്തായാലും ഈ ചെയ്തതും പറഞ്ഞതും മോശം തന്നെയാ. ഓൻ അത്രയ്ക്ക് സന്തോഷപ്പെട്ടു വന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാതിരി. അതിലേക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാല. പക്ഷെ പേര് കഴിഞ്ഞ് തടി രണ്ടും രണ്ടോടാവണം വരെ ബേജാറന്നെയാ. അതിനു മുമ്പ് സന്തോഷിച്ചാ ചിലപ്പോ. മറിയ കുട്ടിയാത്താന്റെ മൂത്ത മോള് സഫിയാക്ക് വയറ്റിലുണ്ടായപ്പോ കഞ്ഞിപ്പാരലും ചീരനി വെക്കലും ഒക്കെ ആയിട്ട് എന്തായിരുന്നു ആഘോഷം. 5-ാം മാസത്തിൽ അലസിപ്പോയപ്പോ ഈ സന്തോഷത്തിൽ കൂടി ആരെങ്കിലും ഭസ്മിക്കണ്ടായിരുന്ന? അതേ പിന്നെ ആ സഫിയ പെണ്ണിന് ചിരിയില്ല, മുണ്ടാട്ടോ ഇല്ല. ഇപ്പൊ ഒരുമാതിരി നൊസ്സു പോലായി. എന്റെ മനസ്സിൽ ഇതൊക്കെയാന്ന് ഓൻ അറിഞ്ഞൂടാലോ. അറിയണ്ട. ഇതിന്റെ പേരിൽ ഓനിത്തിരി വിഷമുണ്ടായാലും ഉമ്മാനോട് ഇത്തിരി ദേഷ്യം തോന്നിയാലും ഇക്ക് കുഴപ്പമില്ല. നമ്മുടെ പേരക്കുട്ടി പിറക്കട്ടെ, പിന്നെ നമുക്ക് സന്തോഷിക്കാലോ. നിങ്ങൾക്കും പൂതിയില്ലേ ആ സുജായിനെ കാണാന്? എനിക്കുണ്ടോ പൂതി? അനക്കറിയോ പാച്ചി, ആ സുജായി ദുബായി പോയി ഉപ്പുപ്പാക്ക് വേണ്ടി വാങ്ങിക്കൊടുന്ന രോമപ്പുതപ്പും പുതച്ചിട്ട് വേണം ഇവിടുത്തെ ഏതെങ്കിലും മുറിയിൽ പാദം പിടിച്ച് കിടക്കാൻ. മോട്ടർ അടിക്കാനാണെങ്കിൽ കറണ്ടും ഇല്ല, ടാങ്കിലാണെങ്കിൽ തുള്ളി വെള്ളവും ഇല്ല. എന്റെ മാള് പോയിട്ട് 4 കുടം വെള്ളം കോരിക്ക.
ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കാൻ പോലും അടുക്കളയിൽ വെള്ളമില്ല. ഉമ്മാക്ക് അപ്പുറത്ത് വിറക് ഉണക്കാനുള്ളതുകൊണ്ടാ. ചെല്ല്. അയലൊക്കത്ത് കിടക്കണം ഞാൻ അറിഞ്ഞിട്ടും ഒരു പെരയെ കയ്യാണ് നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അത് അതിശയം തന്നെയാണേ. മുനീറാനെ കൂടെ കൊണ്ടുപോവാനുള്ള വിസയും ടിക്കറ്റും വരെ അൻവർ ശരിയാക്കിന്ന ഓൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് പേര് ദുബായിന്നാ. അതൊന്നും ശരിയാവൂല കുട്ടിയെ. അവിടെ ഇവിടത്തെക്കാളും നല്ല ഡോക്ടർമാരുണ്ടോലും. പെറ്റാ മാത്രം പോരല്ലോ, പെറ്റ പെണ്ണിന് വേണ്ട രച്ചയും കുളിയൊക്കെ നടത്തി കൊടുക്കണ്ടേ? അതിന് പെരയിലെ ഉമ്മമാരെന്നെ വേണം. അല്ല അച്ഛ പെറ്റ പെണ്ണിന്റെ തടി തരാറായി പോവൂലേ? അത് ഓൽക്കുമ്പാടെ തോന്നണ്ടേ? നേര് പറയാലോ, അൻവറിന് മുനീറാക്കും നിങ്ങളിപ്പോ വലിയ ശത്രുക്കളാ. മുനീറ ഓള് കിണറ്റും കരയിലാ. എന്തേ? മുനീറ, അന്റെ പാസ്പോർട്ടിന് വേണ്ടി പൂരിപ്പിച്ച വെച്ച ഫോറം മുനീറ, ഈ എന്ത് പണിയായി കാട്ടണേ? വീണ് വല്ലവും പറ്റിയിരുന്നെങ്കിലോ? അനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ? ഉമ്മ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഉമ്മ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ പണിയും കൂടെ ഓൽക്കൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയൂലെന്ന് പറഞ്ഞു. ഓ, അപ്പൊ കരുതി കൂട്ടി ദേഷ്യം തീർക്കല്ലേ? എന്നിട്ട് ഉമ്മ എവിടെ? ഉമ്മ മുമ്പാരത്ത് വിറകൊണക്കുക. ഇനി നിങ്ങൾ ചോദിക്കാനൊന്നും പോണ്ട. നാലുടം വെള്ളല്ലേ, ഞാനത് കോരിക്കൊണ്ട് വെച്ചോളാം. എന്നിട്ട് എന്തെങ്കിലും പറ്റിയാലോ? ഓലിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെടണ ഞമ്മക്ക. അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? ചെയ്യാണ്ടിരുന്ന കുത്തുവാക്കള് പറയും. ഇതിന്റെ പേരില് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഇതിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്തപ്പോ എന്നോട് പോരടിക്കും. അതുകൊണ്ട് വേണ്ട. ഈ മിണ്ടായിരിക്ക്. ഉമ്മാനോട് ഞാൻ വഴക്കിടാനൊന്നും പോണില്ല. ഉമ്മാക്ക് ഒറ്റക്ക് പണിയെടുക്കാൻ വയ്യാച്ചാല് ഒരു പണിക്കാരനെ വെക്കണ കാര്യം പറയാനാ. അതിന്റെ പേരിൽ എന്നെ ആരാ അവിടുന്ന് പോരടിച്ച് പുറത്താക്കണെന്ന് എനിക്കൊന്നറിയണം. ഇക്ക് തിരിയണില്ല ഈ കുട്ടികൾ എന്തിനാ ഉപ്പാന്റെ ഉമ്മാന്റെ കുറ്റെങ്ങനെ പാടി നടക്കണെന്ന്. നിങ്ങളെ മൂനീറാന്റെ ഗർഭാത്സിപ്പിക്കാൻ വേണ്ടി കർമൂസ് പേരിലാക്കി കൊടുത്തോലും. അത് ഞാൻ അൻവറിന്റെ ഒപ്പ പൂരി പറഞ്ഞപ്പോ ഉണ്ടാക്കിയതല്ലേ. ഓളോട് തിന്നാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓളിങ്ങനെ പറഞ്ഞുണ്ടാക്കല്ലേ? നിന്നോട് പറയുമ്പോ അതിനുള്ള മറുപടി ഞാനും നല്ലോണം പറഞ്ഞു കൊടുക്കലുണ്ട്. പുന്നാര മോളെ, അന്റെ അമ്മൂസിന്റെ അമ്മായിമിന്റെ സ്നേഹം അറിയാത്തോണ്ടാ ഈ എങ്ങനെ സൗദാരിക്കണത്. അപ്പൊ പിന്നെ ഒരൊറ്റ ചാടിക്കടിയാ. നിങ്ങളും ആ ബെടക്ക് തന്തന്റെയും തള്ളന്റെയും സൈഡാന്നും പറഞ്ഞ്. അൻവർ വരുന്നുണ്ട്. വന്നോട്ടെ, ഓനെന്താ ആളെ തിന്നാള്? അൻവറെ, എന്റെ മോൻ ലീവ് പിന്നെ നീട്ടിയില്ലേ? ഇനി എന്നാ പോണ്? ഉമ്മ, ഈ പോരയിൽ ഒരുപാട് പണികളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നാളെ മുതൽ നമുക്കൊരു പണിക്കാരത്തിനെ വെക്കാം. അതിപ്പോ എന്തിനാ ഒരു പണിക്കാരത്തി? ഇവിടുത്തെ പണിയൊക്കെ ഞാനും എന്റെ പെണ്ണുമ്പാടല്ലേ ചെയ്യണത്. അത് ഇനി പറ്റൂല. അതുകൊണ്ടാ. എന്ത് ഉമ്മഞ്ഞ് പണിയെടുക്കണ്ടാന്നാ? കണ്ടോടി ബൈക്കുട്ടിയെ, എന്റെ മോന്റെ ഒരു സ്നേഹം. ഉമ്മ കളിയാക്കൊന്നും വേണ്ട. ഉമ്മാക്ക് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളി. പക്ഷെ മുനീറാനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റൂല. അതെന്തേ? മുനീറാന്റെ മേത്ത് പണിയെടുത്താ ഊരിപ്പോണ എന്തേലും ഉണ്ടാ? ഉമ്മ വെറുതെ പൊട്ടം കളിക്കണ്ട. ഓക്കിപ്പോ പണിയെടുക്കാനൊന്നും പറ്റാത്ത സമയമാണെന്ന് ഉമ്മാക്ക് നല്ലോണം അറിയാം. എന്തെങ്കിലും പറ്റിയാലേ ഇങ്ങക്കൊന്നും അതൊരു വിഷയമല്ലായിരിക്കും. പക്ഷെ എനിക്കത് അങ്ങനെയല്ല. എന്തേ കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും ഉരുകിപ്പോണ ഐസും കട്ടേ അവളുടെ പള്ളേല്? ഉമ്മ അനാവശ്യം പറയരുത്. ഞാനൊന്ന് പെറ്റതാണ് മാനെ, പക്ഷെ പെറ്റതൊരു പെങ്കൂസനായി എന്ന് മാത്രം. കെട്ടിയ പെണ്ണിനെയും ഓളെ വയറ്റിൽ കിടക്കണ കുട്ടിനെയും സ്നേഹിച്ചതിന്റെ പേരില് ഞാനൊരു പെങ്കൂസനായി പോയിച്ചാ ഞാനതാണ് സഹിച്ച്. പക്ഷെ എന്റെ പെണ്ണിനെ നിങ്ങളെ പണിക്കാരത്തിയായിട്ട് നിർത്താനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ എന്റെ കുട്ടിനെല്ലാരെയാക്കാളേ നിങ്ങളെ പൂതി നടക്കൂല. എന്താണ്ടാ നയഞ്ച് പറഞ്ഞത്? എന്റെ കുട്ടീനെ ഞാൻ ഇല്ലാണ്ടാക്കാൻ നോക്കിന്നാ? ഉള്ളുകള്ളി പുറത്തായപ്പോ ഇങ്ങക്കിപ്പൊ നല്ലോണം പൊള്ളണുണ്ടല്ലേ? എന്താണ്ടായേ? തിന്നാനും കുടിക്കാനും പിന്നെ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ ഒക്കെ ഞാൻ തരുന്നില്ലേ?
പിന്നെ എന്ത് നക്കാപ്പിച്ചക്കും മാറ്റിട്ട് ഞങ്ങളൊക്കെ ഈ കളി കളിക്കണേ? അൻപുട്ടി, ഇത് ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും വരില്ല. പക്ഷെ തലത് പിച്ചാന്ന് മാത്രം പറയരുത്. ഈ പറയണതൊന്നും ഓനല്ല എന്റെ പൊന്നാരെ. ഓന്റെ പെണ്ണ് ഓതി കൊടുക്കണത് ഓൻ പാടണതാ. ഇപ്പൊ അതിന്റെ കുറ്റം ഓക്കായി. ഓളെ പറഞ്ഞ എനക്ക് പിടിക്കൂലല്ലേ? ആ പിടിക്കൂല. നിങ്ങളെ മാപ്പിളിനെ പറ്റി പറഞ്ഞാ ഇങ്ങക്ക് പൊള്ളൂലേ? അതേപോലെ എന്റെ പെണ്ണിനെ പറ്റി പറഞ്ഞാ എനിക്കും പൊള്ളും. നിങ്ങൾ ഇങ്ങോട്ട് പോരി. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. പിന്നെ അനുഭവിക്കേണ്ട മുഴുവൻ ഞാനാ. ഈ മുണ്ടാക്ക് അന്നവിടെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പോണില്ല. എന്താണ്ട് ഈ അനുഭവിച്ചിട്ടുള്ളത്? ഇവനില്ലാത്തപ്പോ ഞങ്ങൾ എന്താടി എന്നെ ചെയ്തത്? ആമിനാത്തങ്ങളൊന്നും മിണ്ടാണ്ടിരാനി. നോക്കി, ഇനി ഇതും പറഞ്ഞ് ഇവളെ മക്കിട്ടെങ്ങാനും കേറാൻ നിന്നാലെന്താടാ? ചുമ്മാനെ തല്ലുവോ? പറയടാ, ചുമ്മാനെ തല്ലുവോടാ നായി? ആമിനുട്ടി, എനിക്കൊരു അക്ഷരമുണ്ടരുത്. അൻപറുട്ടി, എൻ്റെ ഉമ്മ പൊട്ടബുദ്ധിക്ക് ഓരോന്ന് പറഞ്ഞതാ. നിജു എന്റെ പെണ്ണും പറഞ്ഞതിന്റെ അപ്പുറമൊന്നും ഞങ്ങൾ ചെയ്യൂല. നീ വേറെ എന്ത് ഉറപ്പാണ് ഞങ്ങൾ കണ്ടത്? വേറൊന്നും വേണ്ട. ഇങ്ങള് രണ്ടാളും ഇങ്ങളെ പാട് നോക്കി ജീവിക്കുക. മേലില് ഞങ്ങളെ ജീവിതത്തിൽ കയറി ചൊറിയാൻ വരാതിരിക്കുക. ആ ആരുടെ ജീവിതത്തിലും ഒരു ചൊറിച്ചിലുണ്ടാക്കാണ്ടല്ലേ നമ്മളിപ്പോ ഇവിടെ കഴിയണത്? പിന്നെ എന്തിനാ പഠിച്ചോൻ വീണ്ടും? സൂപ്രണ്ടിനോടും അബോക്കറിനോടും പറയണം, നമ്മുടെ ജീവിതത്തിൽ ചൊറിച്ചിലുണ്ടാക്കാൻ വേണ്ടി ഓനോട് ഇനി വിളിക്കരുത് എന്ന് പറയാം. അത് ശരി. അപ്പൊ രണ്ടാൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞത് മതി. ഉറക്കൊളച്ചാൽ പ്രഷർ കൂടുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും പോയി കിടക്കി. വല്യമ്മ പോയി കിടക്ക്. വല്യമ്മ പോയി. വല്യപ്പ വലിയപ്പ പോയി 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 കിടന്ന് ഉറങ്ങ്. ഇതാ പോയി ചോദിച്ചാൽ മതി. ഇതാ കളഞ്ഞു. ഏയ്, ഈ പെണ്ണ് എപ്പോഴും കളിയിൽ കച്ചറാണല്ലോ. കള്ളക്കളി കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇട്ടിച്ചിരി കൊണ്ട മോളെ. 1 2 3 4 5. ഇതെന്താ നടത്ത മത്സരം? ഫസ്റ്റ് ഇട്ടിച്ചിരി കലക്കി. ആ കക്ക് ഇങ്ങോട്ട് തന്നാട്ടെ. ചക്കര സായിപ്പേ, എങ്ങോട്ടൊന്ന് വന്ന ചക്കരെ. ഈ ഇട്ടിച്ചിരിന്റെ കളി ഇങ്ങള് കളിച്ചാ മതി. അങ്ങോട്ട് നടക്കണേ. അടുക്കളയിൽ ഒരുപാട് പണിയുള്ളതാണ്. എന്നിവിടെ മേട്ടനില്ലാത്തോണ്ട് കളിക്കാൻ നിങ്ങള്. കക്ക് കളിക്കാനല്ല, അടുക്കള പണിക്ക് എന്നെ നിങ്ങൾ ഇവിടെ നിർത്തിക്കണത്. മനസ്സിലായ? ഈ ഒരു കളി കളിച്ചോട്ടെ അതിർമാമ. ഇട്ടിച്ചിരിയമ്മ ജയിക്കാൻ പോണ കളിയാ. തന്നെ ഈ കളിയിൽ ജയിച്ച് മെഡൽ വാങ്ങാൻ നിന്നാലേ അടുക്കളയില് ചോറ് ആവൂല. ഇട്ടിച്ചിരിയേ, ഈ കുട്ടികള് കരിച്ച് ചിരിച്ച് കൊയങ്ങി വരുമ്പോള് ഓൾക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? അതോട് മാമാന്റെ കുട്ടി വാ. ഇപ്പൊ ഫസ്റ്റായി, നന്നായി. ഇട്ടിച്ചിരി പോയി കിട്ടിയില്ലേ? ഇനി കളിയിൽ ഞാനേ ജയിക്കുള്ളൂ. കക്കുണ്ട. Stupid! പറ്റിച്ച്. What nonsense you doing? Next play is mine. My own. Yes. Yes. No. Yes. No. My God. ആട്ടെ കിടക്കുന്നു. What a bloody game. Yes. പാർച്ചിൽ ഇംഗ്ലീഷിലാണെങ്കിലും കളി മലയാളത്തിലാ. പിടിച്ചോടി. പാത്തുട്ടിയെ, മര്യാദക്കാണ്ട് കളിക്ക്. പാത്തുട്ടി. തെറ്റരുത് കേട്ടോ. തേനാണെങ്കിലും അതിനെങ്ങനെ കൊല്ലണോ? അതും നമ്മളെപ്പോലൊരു മനുഷ്യജീവിയല്ലേ? നായി നിന്റെ തലയിലത്തെ പേന 5 അമ്മായി കുട്ടികളണ്ട. നിന്റെ തൊള്ളയിലിരിക്കണ കേക്കണ്ട. പോയിക്കോളെ അവിടുന്ന്. ഞാനും കളിക്കാണ്ട്. അങ്ങനെ ഒന്നും നോക്കാതെ ഞാൻ അങ്ങനെ കൊന്നു തള്ളിയല്ലേ അയ്മുട്ടിക്ക. ഒരു ദിവസം യുദ്ധം ചെയ്ത് ഞങ്ങൾ കറാച്ചിയുടെ തൊട്ടടുത്തുള്ള മുക്കിലെ പിടിക എന്നുള്ള സെന്ററിൽ ഓരിങ്ങനെ തോറ്റ് പിന്നോക്കം പയ്യല്ലേ. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ അവിടെ നിൽക്കുന്നത്. ആ പാകിസ്ഥാൻകാരന്റെ ചങ്കിന് നേരെ ഞാൻ ഇങ്ങനെ തോക്കും ചൂടി നിന്നപ്പോ ഒരൊറ്റ വീഴ്ചയാണ് എന്റെ കാലിലേക്ക് ഇതുപോലെ. എന്നിട്ട് ഒരൊറ്റ പറച്ചിലാണ്, അരേ മുസ്തഫാക്കോ, നിങ്ങൾ നമ്മളെ കൊന്ന എന്റെ 2 മക്കളും 4 വീടന്മാരും അനാഥരായി പോകുന്നു. എന്നാ പിന്നെ യാസാലെ ഓടാ ഉല്ലുക്കാപ്പട്ട എന്ന് ഞാൻ പറഞ്ഞു. ഈ യാസാലെ ഉല്ലുക്കാപ്പട്ടയുടെ അർത്ഥം അറിയാവോ മലയാളത്തിൽ? അത് നമുക്ക് ചോറ് വെച്ച് പറഞ്ഞാ പോരെ മുത്താക്ക.
യുദ്ധക്കഥ കേട്ടിട്ട് നിങ്ങൾ ബേജാറാകുന്നുണ്ടല്ലേ? എന്ത് ശരി, നമുക്ക് യുദ്ധം വിടാം. യുദ്ധം പോലെ തന്നെ എനിക്ക് ഹരമുള്ള ഒന്നായിരുന്നു ഗസലി. നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത സമയം എന്നും കൃത്യം 5:30 മണിക്ക് ഞാൻ യുദ്ധം നിർത്തും. പിന്നെ ഞാൻ കയ്യും കാലൊക്കെ തേച്ച് കഴുകും. കയ്യനും കാലൊക്കെ ശത്രുക്കളുടെ രക്തവും മലവും മൂത്രമൊക്കെ പറ്റി പിടിച്ചിരിക്കുവേ, അതൊക്കെ അങ്ങോട്ട് കഴിക്കളയും. എന്നിട്ട് ഞാനും പത്മലോചനൻ നമ്പ്യാരെന്നും പറഞ്ഞൊരു സർദാർജി ഉണ്ടായിരുന്നു. ഈ പത്മലോചനൻ നമ്പ്യാരുമായിട്ട് കൃത്യം 5:30 മണിക്ക് ഗസലി കേൾക്കാൻ പോകും. അല്ല, അത് നമുക്ക് ഉച്ചക്ക് ചോറ് വെച്ചതിന് ശേഷം പറഞ്ഞാ പോരെ? അപ്പോഴേക്കും ഗസലിന്റെ ഹരം പോകും. അമ്മാതിരി ഹരമായിട്ടുള്ള പോക്കായിരുന്നേ. സർദാർജി കള്ളു കുടിക്കും. നമ്മക്ക് പിന്നെ കുടിയില്ലല്ലോ, വീടും. ഇങ്ങോട്ട് നോക്കിയേ, കാശ്മീരിൽ നായരങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ കുറ്റിപ്പുറത്തുകാരൻ കരീമിക്കാടെ ഒരു ചായപ്പിടികയുണ്ട്, ഹോട്ടൽ ഗതി പോലെ. അവിടെ നിന്ന് നമ്മൾ കോഴി പൊരിച്ചതും പൊറോട്ടയൊക്കെ കഴിച്ച്, ഏതേ അവിടുത്തെ കോഴി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കോഴിയല്ല, ഒട്ടകപക്ഷിയാണ്. ഒട്ടകപക്ഷി. ഒട്ടകപക്ഷിയോ? ഏയ്, കാശ്മീരിലുള്ള ഒട്ടകപക്ഷി എങ്ങനെ ഇവിടെ വരുന്നത്? നിങ്ങൾ കഥ കേൾക്ക്. ഓയോ, ശരിക്കും ഈ കാശ്മീരി ഒട്ടകപക്ഷിയൊക്കെ ഉണ്ടാവും? ചിലപ്പോ ഉണ്ടാകും. അതല്ലേ അവൻ ചൂണ്ടിക്കാണിച്ചത്. മോനെ ആരാ? ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടില്ല ജവാ മുസ്തഫയല്ലേ? അതൊന്നും ഞാനൊന്നുമല്ല. ആളുമാർ അത് ഞാൻ തന്നെ. നിങ്ങളാരാ? ഞാൻ പൂക്കോയ തങ്ങളുപ്പാപ്പ, വയസ്സ് 87, വൃദ്ധനാ. കണ്ടാ തോന്നൂല. അശരണനും അനാഥനുമായൊരു വൃദ്ധൻ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ശരണ? ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. കിടക്കാൻ ഇടം പോലുമില്ല. ഇവിടെ ഒരു അഭയം തേടി വന്നതാ. വരട്ടെ? വരണ്ട. അതെന്താ? ഇവിടെ എങ്ങും വേണ്ടപ്പെട്ട ആരുമില്ല. നിങ്ങൾ പോയിട്ട് നാളെ വരും. അങ്ങനെ പറയരുത്. ഇനി ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ എനിക്ക് കഴിയില്ല. ജവാൻ മുസ്തഫ അങ്ങനെ ആരെയും കൈയൊഴിയാത്ത ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് കുളിര് പോയി. എന്നാലും സൂപ്രണ്ടോ മേട്ടനോ ഇല്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ടെന്താ, ഓര് വന്നാ കാര്യം പറഞ്ഞാ പോരെ? ഇതുപോലെ വന്ന് കേറി വരാൻ അവിടെ ഉള്ളവരൊക്കെ നിങ്ങൾ വരി, മാറ്റം വരുമ്പോ ഞമ്മള് പറഞ്ഞോളാം. അല്ല സൂപ്പിക്ക, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഓർക്ക് പായിച്ചിട്ട് നിക്കാനും നടക്കാനും വയ്യാന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? തങ്ങൾ പാപ്പാ വരി വരി. പതുക്കെ പൊക്കോ. യുദ്ധത്തിൽ പങ്കെടുത്ത ജവാൻ മുസ്തഫയല്ലേന്ന് ആദ്യമായിട്ട് മുഖത്ത് നോക്കി ചോദിച്ച ആളല്ലേ? ആയിക്കോട്ടെ, എന്റെ യുദ്ധകഥകൾ കേൾക്കാൻ ഒരാളും കൂടിയായി. പേരെന്താ? പാത്തുട്ടി. പോരണോ? ചോറ് കഴിച്ചാൻ ഇന്നത്തെ കാലാണേ. ദേ നോക്ക് സൂപ്പിക്കാക്ക, ഈ ചോറ് നമ്മളെ കണക്കിൽ പെടാത്താണ്. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പൊക്കണക്കേട് ഉണ്ടായാലും അത് നിങ്ങളേറ്റോണം. ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരാളിരിക്കുമ്പോ അങ്ങനെ പറയല്ല അബ്ദുറഹ്മാനെ. ഈ ചോറ് ഞങ്ങളുടെ നിങ്ങൾ കുളച്ചല. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടയച്ച എനിക്ക് ഉപ്പേരി വേണമെന്നില്ല. ഏതാ സാമ്പാർ വെച്ചാൽ മതി. ഒച്ചെടുക്കും മോളെ, ഒച്ചെടുക്കും. അല്ല, നമ്മളിങ്ങനെ നോക്കിക്കണം, നമുക്ക് നോക്കല്ലേ? ആദ്യം അതിഥിക്ക്, അതിന് ശേഷം നമുക്ക്. എന്തേ എന്നാ നാളെ മുതൽ ഞാനും അതിഥി തന്നെ. ഉണ്ടാണ്ടിരിക്കടാ. നല്ലോണം നിറച്ച് ബേക്കരുത് തങ്ങളെ പാപ്പ. ബേച്ചോളേ. കുറച്ചും കൂടി വിളമ്പട്ടെ തങ്ങൾ പാപ്പ? കുറച്ചെന്നെ മതിട്ടോ. ഒരിത്തിരി കുഞ്ഞിക്കൈ. അതർമാനെ, ഒരു കുഞ്ഞു കയ്യിലും പാടെ. നിങ്ങൾക്കൊന്നും വിരാതല്ലാച്ച ഒരു കുഞ്ഞു കയ്യിലും പാടെ. എനിക്ക് വിഷമം തുടങ്ങിക്കണ്. മിക്കവാറും ഞമ്മളൊന്ന് പട്ടിണിയാവും. ഒന്നും മിണ്ടാതിരിക്കണ്ട അവറാനെ. സൂപ്പിക്ക് ഒരു അതിഥി വന്നിക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരാളായിരിക്കും.
ചോറിന്റെ കാര്യത്തിലൊരു ആൾക്കൂട്ടം തന്നെയാണല്ലോ. ഒന്നും മിണ്ടായിരിക്കേ. നല്ലോണം നിറച്ച് വെച്ചോളി. ഇനി എങ്ങോട്ട് നടക്കാനാന്ന്? ഇജ്ജൊന്നും മിണ്ടാണ്ടിരിടോ. നിങ്ങൾ മാറി തിന്നോളി തങ്ങളെ പാപ്പ. കുട്ടിയേക്ക് ആർക്കും നിങ്ങൾ ചെവിട് കൊടുക്കണ്ട. ഒരു ചെറുപഴം പാട കിട്ടുവോ? ഇനി തങ്ങളെ പാപ്പ പോയി കൈ കൈക്കോളി. മോളിട്ടിയെ തങ്ങളെ പാപ്പനെ കൊണ്ട് കൈ കൈക്കണ സ്ഥലം കാണിച്ചു. മെല്ലെ മെല്ലെ മെല്ലെ. പതുക്കെ. തങ്ങളുപ്പാപ്പ, എന്താ മോളെ? തങ്ങളുപ്പാപ്പാന്റെ മുടി. യുദ്ധത്തിൽ പങ്കെടുത്ത ജവാബ് മുസ്തഫയിൽ നിന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ വന്നോണ പറയണ കള്ളനാണെന്ന്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്റെ സൗണ്ട് മര്യാദക്ക് പറഞ്ഞില്ലേ അടിക്കുന്നില്ല ഞാൻ. ഒരു വടി. വിശന്നപ്പോ ഒരു വേഷം കെട്ടിയതാ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാൻ, ഈ നാട്ടില് വയസ്സന്മാർക്ക് മാത്രമുള്ള ശരണാലയം? അശരണരായ എന്നെ പോലത്തെ ചെറുപ്പക്കാർക്കും ഇതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിക്കൂടെ? എന്നാലും ഞങ്ങളങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. പണിയെടുത്ത് കയ്യാനുള്ള തടിയും മണ്ണും ഉണ്ടല്ലോ എനിക്ക്. ഞാൻ പഠിക്കുന്ന പോല. ഞാനേ ഒരു കലാകാരനാ. 4ാം ക്ലാസ്സിലെ പ്രശ്നവേഷത്തിനും മോണാക്ടിനും എനിക്കായിരുന്നു ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുവാ. അധികം സംസാരിച്ചാലേ ഞങ്ങൾക്ക് പണി ഉണ്ടാവും. ഇറങ്ങി പോടാ. പോലീസിനെ വിളിക്കണ്ട, പട്ടാളമല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കൈകാര്യം ചെയ്യാം. വേണ്ട, വിശപ്പ് മാറ്റാൻ ഒരു വേഷം കെട്ടിയതല്ലേ, പോട്ടെ. എന്താ മോനെ എന്റെ പേര്? തങ്ങളുപ്പാപ്പ 87 വയസ്സ് വൃദ്ധനാ. അവരാണിച്ച് നടങ്ങ്. വിനീഷ് കുളപ്പള്ളി. കേട്ടോ, കൊലപ്പുള്ളിയാണ്. ഇവനൊരു നാലിനെ കൂടിയാണ് കൊടുത്താലോ? കുളപ്പള്ളി എന്നല്ല എന്റെ സ്ഥലപ്പേരാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തല്ലി പഠിച്ചാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ നീ പോയിക്കോ. ഞങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടാ എനിക്ക് പെട്ടെന്ന് പറ്റിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ വാർദ്ധക്യവും അനാഥത്വവും എത്രമാത്രം വേദനയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ ഇങ്ങനത്തെ ഒരു വേഷം കെട്ടാൻ നീ ധൈര്യം കാണിച്ചത്. പോയിക്കോ, പോയി നല്ല മര്യാദക്കാരനായി ജീവിക്കാൻ നോക്ക്. ജാവോ ജാവോ ജാവോ. ഞാൻ ചിലപ്പോ ഇനിയും വരും. എനിക്ക് വയസ്സാകുമ്പോ എന്റെ ബന്ധങ്ങൾ എന്നെ അനാഥനാക്കുമ്പോ. ഓൻ ഇവിടെ വരാൻ ഇടവരാതിരിക്കട്ടെ. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ ഈ കുട്ടികൾക്കൊക്കെ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം. എന്തെങ്കിലും രണ്ടിലൊന്നും ആക്കണത് കുറേ ദിവസമായി. ഓ പടച്ചോനെ, ഇന്ന് ആരും കാണാനില്ലല്ലോ. സൂപ്പിത്തന്ത പാട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് മൂപ്പര് വരാൻ വയ്യില്ല. ആ ചിടുങ്ങ് പെണ്ണ് നേരത്തെ കടന്നുറങ്ങിയെന്നാ തോന്നണത്. എല്ലാരും മൂത്രപ്പേരെ പാത്രം നിയമം. പക്ഷെങ്കില് മുറ്റത്ത് പാത്രണിന്റെ ഒരരം അതൊന്നും വേറെ തന്നെ. സുഖറിന്റെ സൂക്കറിലുണ്ടാവും ഇടക്കിടക്ക് ഇങ്ങനെ പാത്താൻ മുട്ടത്. സുഖറി മാനസന്മാർക്ക് മയ്യത്താകാനുള്ള ഒരു സൂക്കട്. അല്ലോ ചെയ്താൻ ചെയ്താൻ അല്ലത് കള്ളനാ കള്ളൻ. പേടിക്കണവനാ. രണ്ടുപേരാ. ആന്ത്രുമാൻ ആന്ത്രുമാൻ കള്ളനാ. ഇതവിടെ കൊണ്ടുപോണ്ട. വന്ന് വന്ന് ഒപ്പടം വരെ മുത്തപ്പാ. എന്തിന് പോലീസ്? പട്ടാളം ഇവിടെ ഉള്ളപ്പോൾ എന്തിന് പോലീസ്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. എന്താക്കും? ഞാൻ മേട്ടനോട് പറഞ്ഞു കൊടുക്കും. മോശമല്ലേടാ ഇതിനൊക്കെ. ഇപ്പൊ എന്നും പറയണ തന്നെയല്ലേ.
നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. കക്ക എന്നുള്ള എന്റെ പണിയാ, അത് പിടിക്കുക എന്നുള്ളത് നിങ്ങളെ പണി. നിങ്ങളൊക്കെ ഒന്ന് ഉസാറായിട്ടിരിക്കാനല്ലേ ഞാൻ ഈ പണി എടുക്കണേ. പിന്നെ ഞാൻ ഉസാറാക്കി ഇത് നന്നായിട്ടുണ്ട് നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാരാണ് ഇവരെ പോലത്തെ കള്ളന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഇന്നാണ് നിങ്ങൾ ഒരു തങ്ങളുപ്പാനം തക്കരിച്ചിട്ട് എന്തായി? ഒക്കത്തിന്റെ പിന്നില് വിശപ്പല്ലേ മുസ്തഫ കാരണം. ഇന്ന് ഒരു ഉസ്തക്ക് ഇത് അബ്ദുറഹ്മാൻ കൊണ്ടേക്കോട്ടെ. അസലായി ഈ കൊല നമ്മൾ വിടൂല. ഓന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനല്ലേ. കാണാണ്ട് കൊണ്ടുപോകുന്നല്ലേ കക്കണത്. ഇത് അറിഞ്ഞുകൊണ്ട് കൊടുക്കണതല്ലേ. അബ്ദുറഹ്മാനെ ഇത് കൊണ്ടുപോയിക്കോ. മുസ്തഫ ആ ചാക്ക് പിടിച്ചോ, തലയിലേക്ക് വെച്ചോ. വേണ്ട, നമ്മള് പിടിച്ചു കൊടുക്കാം. വേണ്ട സൂപ്പിക്ക, കക്കണേനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടുള്ളൂ. ഇത് കൊണ്ടുപോയിട്ട് എന്റെ മക്കൾക്ക് വേണ്ട സൂപ്പിക്ക. ഓരോരുത്തരും കഴിക്കണ അന്നത്തില് അള്ളാഹു അവന്റെ നാമം കുറിച്ചിട്ടുണ്ടെന്നല്ലേ ഖുർആനില് പറയണത്. ഇത് പടച്ചോനിവിടുത്തെ പാവങ്ങളുടെ നാമം കുറിച്ച അന്ന ഇതിന്റെ മക്കൾക്ക് വേണ്ട. എന്നത്തെയും പോലെ ഞാനിത് കൊണ്ടുപോയി വെച്ചോളാം. നിക്ക്, ആ ചാക്ക് ഞാൻ എടുത്തോളാം. ആ കൊണ്ടേ വെക്ക്. എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെക്ക്. ഇങ്ങോട്ട് വെക്ക്. പട്ടാളത്തിലെ പേടിയുണ്ട്. എന്താ പറയുക, ഓൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടാ സൂപ്പിക്ക. അതങ്ങനെ മുസ്തഫ, ഓരോരുത്തർക്കും അവനാന്റെ ഉള്ളിലെ അവനാനെ മനസ്സിലാക്കാൻ കാലങ്ങളേറെ കഴിയും. അതെ അതെ അതെ. ഇത് വല്ലാത്തൊരു മുഞ്ചുള്ള രാത്രിയാണ് അല്ല മുസ്തഫ? അതെ അതെ അതെ. കോടാനുകോടി ജീവജാലങ്ങൾ, അവയ്ക്കിടയിലെ കള്ളനും വ്യഭിചാരികളും ഒക്കെ കഴിയണത് ഈ ഒരേ ആകാശത്തിന്റെ കീഴിലാണ്. എവിടെയോ എൻ്റെ മക്കൾ ഈ ആകാശത്തിന് താഴെ അവരിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവില്ല മുസ്തഫ. അങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് അങ്ങനെ ചോദിച്ചാ ഈ എന്താ പറയല്ലേ? മുസ്തഫാക്ക് ഞാൻ കൂട്ടിരിക്കണോ? എന്റെ വീടിയൊക്കെ പോയി. ഞാനിപ്പോ ധൈര്യശാലിയാണ്. സൂപ്പിക്കാൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. അത് ശരിയാ, ഉറങ്ങേണ്ട സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. അല്ലോ, പേടിയില്ലെന്നൊരു ധൈര്യത്തിന് പറഞ്ഞും പോയി. മൂപ്പരെ കൂടെ നിർത്താമായിരുന്നു. ഓ ഈ പട്ടികള് എന്ത് ചെയ്യാം. ഓ ഈ പട്ടിയുടെ കാര്യം. ഈ മുടിഞ്ഞ പട്ടി ഇവിടെ തന്നെ കിടന്ന് പറക്കണത്. പോട്ടി പണ്ടാരോടങ്ങ പേടിപ്പിക്കാൻ വേണ്ടി കുറെ വാദൂരികൾ. ഉറങ്ങുമ്പോ പേടി മാറുമായിരിക്കും. തൽക്കാലം ഉറങ്ങിയേക്കാം. ഈ കസേര ഇരുന്ന് അപ്പം ഉറക്കം വരും. വെറുതെ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങാം. എനിക്ക് നോക്കിയെന്നോ? നോക്കി എണീക്ക്, എണീക്കാൻ. നമ്മുടെ സൂപ്പിക്ക. സൂപ്പിക്ക അതെ, ഇന്ന് വെളുപ്പിന് തന്നെ. മേഡം എത്രയും പെട്ടെന്ന് വരണം. ശരി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. يا
മൂപ്പര് കഴിച്ചായില്ലേ? മോമാക്ക, ഒരാള് കുറഞ്ഞ് ഞാൻ ഒരാൾക്ക് വേണ്ടി വെച്ചുണ്ടാക്കാൻ ഞാൻ ബുദ്ധിമുട്ടണ്ട. ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞപ്പോ അതിനുമാതിരി ഉറക്കത്തിലേക്കാണെന്ന് ഞാൻ കരുതിയില്ല അമ്മദിക്ക. വല്യപ്പ, സൂപ്പിയപ്പൂപ്പ മരിച്ചൂലേ? ഒരു പോയി. ഒരു സമയാവുമ്പോ എല്ലാ വയസ്സന്മാരും മയ്യത്താം. അത് പടച്ചോൻ്റെ ഒരു കളിയാ. ഞങ്ങളൊക്കെ മരിച്ചാലേ മോളിട്ടേക്കും വളർന്നു വരുന്ന ഓരോ കുരുന്നുകൾക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവും. ഇത് പടച്ചോൻ്റെ ഒരു കളിയാ. ഞാൻ രാവിലെ വരും വിചാരിച്ച് ഇറങ്ങി. ആരാത്? വല്യപ്പാന്റെ പേരക്കുട്ടിയല്ലേ? ഇതാണ് ഉപ്പാന്റെ വീട്. എന്നിട്ട് ഇവിടെ വല്യപ്പയും വല്യമ്മയും. വാ പറയാം. അൻവറുട്ടിയെ ഒക്കെ പൊടി പിടിച്ച് നാശായിട്ടുണ്ടാവുന്ന കരുതിയത്. അവക്കൊക്കെ എന്നും അടിച്ചും തുടച്ചു വിട്ടോണ്ട് എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഒന്നും നാശായി പോയിട്ടില്ല. പഴയതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ മുനീറ? ഇല്ലാത്ത വിലപ്പെട്ട ചിലതില്ലേ? ഇങ്ങളിപ്പോഴും അതിന്റെ മോൾ തന്നെയാണല്ലേ? അതിനു മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് തിരുത്താനും നമ്മൾ തയ്യാറായില്ലേ? ഒരു തെറ്റ് തിരുത്താനുള്ള കാലയളവ് 10 കൊല്ലം. നിന്നെയും കൊണ്ട് ഗൾഫിലേക്ക് പറക്കും മുമ്പേ ഒന്ന് അന്വേഷിച്ച് ചെന്ന് കാണാനുള്ള മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല. ചെല്ലേണ്ട താമസേ ഉണ്ടായിരുന്നുള്ളൂ. ഓരിങ്ങളെ കൂടെ പോരും. എനിക്ക് തോന്നണില്ല ആ ഉപ്പയമ്മ ഇപ്പോഴും നിങ്ങൾ വിളിച്ചാ വരൂന്ന്. പിന്നാലെ പാഞ്ഞ് ബുഗണ്ട പായണ്ട സൂക്ഷിച്ച് ഇഞ്ഞ പിന്നെ കളിക്കാ. മാമൻ പോയിക്കോ, ഞാൻ വീയൂല. ഈ കുട്ടീന്റെ കാര്യം എന്നാല് ഞാൻ അവോക്കർ മാമാന്റെ കൂടെ എല്ലായിടത്തും ഓടി നടന്നേ. അവോക്കർ മാമ പറഞ്ഞേ ഇത് ഉപ്പ വെല്ലിപ്പാക്ക് വാങ്ങിക്കൊടുത്ത പന്താണെന്നേ. പന്ത് കളിക്കാൻ വെല്ലിപ്പന്താ ഷാനിമോളെ പോലെ ചെറിയ കുട്ടിയാ. ചില നേരത്തെ വല്യപ്പ ഷാനിമോളെക്കാളും ചെറിയ കുട്ടിയായിരുന്നു. ഇതൊക്കെ എനിക്ക് പുല്ലാ പോകെ. എന്റെ മാനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? കൈയോണ്ട് തൊടാതെ നിലം തൊടാതെ നെടുത്തു. എപ്പോഴാ നമ്മള് വെല്ലിപ്പാന്റെ വല്യമ്മാന്റെ അടുത്തൊക്കെ പോവാ? പോകാം, അടുത്ത് തന്നെ. പറ്റിക്കൂലല്ലോ?
ഇല്ല, ഉറപ്പ്. ഇന്നാ ഞാൻ അവോക്കർ മാമാന്റെ അടുത്തേക്ക് പോട്ടെ. ആ. എന്ത് ധൈര്യത്തിൽ അവൾക്ക് ഉറപ്പ് കൊടുത്തത്? ഇങ്ങളേല് വന്ന അബദ്ധ. ആദ്യം അവള് വല്യപ്പാനെയും വല്യമ്മാനെയും ചോദിക്കുമ്പോ മയ്യത്തായി അങ്ങോട്ട് പറഞ്ഞാ മതി. മുനീറ, അന്റെ മനസ്സിലിപ്പോഴും ഓലോടുള്ള വെറുപ്പാണല്ലേ? ഒരു വെറുപ്പില്ല എന്റെ പുന്നാരെ. മോളെ മുന്നിൽ നിങ്ങള് വിഷമിക്കുന്ന കണ്ടപ്പോ പറഞ്ഞു പോയതാ. ഷാനിമോള് വാശി പിടിക്കുക, വല്യപ്പാനെയും വല്യമ്മാനെയും കാണണമെന്ന് പറഞ്ഞു. അവളുടെ ഒരു വാശിപ്പുറത്താ ഞങ്ങളിങ്ങോട്ട് വന്നത് തന്നെ. ഞാൻ പോയി വിളിച്ച ഉപ്പയും ഉമ്മയും വരൂ. അപ്പൊ മോൾക്ക് വേണ്ടിട്ടാണ്, അല്ലാണ്ട് അൻവറിന് കാണാൻ ബോധ്യണ്ടായിട്ടൊന്നുമല്ല അല്ലേ? അങ്ങനെ ബോധ്യപ്പെടാൻ എനിക്ക് അവകാശമില്ലല്ലോ. അവകാശം ഉണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാലും എന്റെ മോൾക്ക് വേണ്ടി വിളിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അത്ര പെട്ടെന്ന് മറക്കാനും മുറുക്കാനും പറ്റിയ കാര്യമൊന്നുമല്ലല്ലോ അജു അവരോട് ചെയ്തു വെച്ചിരിക്കണത്. ഉപ്പാക്ക് കുറച്ചും കൂടെ ചോറ് വിളമ്പട്ടെ? മതി മതി, അന്റെ ഉമ്മാക്ക് വിളമ്പി കൊടുക്ക്. എത്ര അങ്ങോട്ട് കൊടുത്താലും മതിന്നൊരു വാക്ക് ഓക്കറിയില്ല. ഓ, എന്നിട്ട് നിങ്ങൾ തിന്നാൻ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇല്ലേ? അൻവറിന് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഞായറാഴ്ച ദിവസം 4 കല്യാണത്തിന് പോയി വന്നിട്ട് പോരേന്ന് വെള്ളച്ചോറ് കഴിക്കുന്ന ആളാ അന്റെ ഈ മാമ. ആഹാ, എന്നാ ഉപ്പാക്ക് കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കും മുനീറ. മതി മതി, ഇവള് പറഞ്ഞ പോലെ ഇനി പൊരേ പോയിട്ട് വെള്ളച്ചോറ് വെച്ചേണ്ടതാ. അല്ല, ആമിനുമ്മയ്ക്കും കൂടി ഇവിടെ ഇരുന്ന് വന്ന് വെച്ചൂടെ? നിങ്ങൾ ബയിച്ചോളി, ഞാൻ പിന്നെ ബയിച്ചോളാം. എന്താണ്ടി എന്റെ അമ്മായിമ്മയ്ക്ക് ഒരു തെളിച്ചില്ലാത്തത്? അതിപ്പോ കൊറേയായിട്ട് അങ്ങനെ തന്നെയാ. ഓല തെളിച്ചൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചോറ് കഴിക്കി. തിന്നണ നേരത്ത് അടുത്തിരിക്കണോലും കൂടി ഞാൻ നോക്കല്ല. പിന്നിണ്ടോ ആമിനുമ്മാന്റെ മോത്ത തെളിച്ചോ? നോക്കാനാ? ഈ എന്താ പുറത്തേക്കണത്? മാപ്പിളേനെ കാത്തേക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ? ഞമ്മളിപ്പോ പുറത്തന്നെയല്ലേ. നിങ്ങൾ അങ്ങോട്ട് ഇപ്പൊ പോണ്ട. അവിടെ ഇപ്പൊ തക്കാരം നടക്കുക. നമ്മടെ മോന്റെ അമ്മോസനും അമ്മായിയമ്മ ഇളയച്ചി ഒക്കെ ഉണ്ട്. അതിനെന്തേ? നമ്മടെ മോൻ പറഞ്ഞിട്ടില്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ ചൊറിയാൻ ചെല്ലരുതെന്ന്. എന്നുവെച്ചിട്ട് ഞമ്മടെ പുരയിൽ ആരെങ്കിലും വന്നാ അതിന്റെ മര്യാദ നമ്മള് കാണിക്കണ്ടേ? അതിപ്പോ ജമുണ്ടാ നിക്ക്. മോമാക്ക വന്നോ? ഞാൻ പിന്നെ കജ്ജയ്ക്ക് വന്നിരിക്കും. എന്റെ ഉപ്പാക്ക് പിന്നെ തിന്നേണ്ട കാര്യത്തിൽ തെളിച്ച കുറവൊന്നുമില്ലല്ലോ. ഓല മൂത്തേ തെളിച്ചുള്ളൂ, ഉള്ളില് ദേഷ്യം തന്നെയാ. ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്തിനാ നോക്കണേ? നമുക്ക് ചോറ് വെച്ചാ പോരെ. അല്ല, ഇജ്ജ് നിർത്തിയോ? അതെന്ത് പരിപാടിയാടോ? ഓൻ അങ്ങനെയാ, കുറച്ചേ തിന്നു. ഹേയ്, എന്റെ മോനേക്ക് അറിഞ്ഞൂടെ? ഓ നല്ലോണം തിന്നണ കൂട്ടത്തിലാ. ഇത് പിന്നെ മോളെ, ഈ മാമാക്ക് വിളമ്പി കൊടുക്കും. ഇങ്ങടാന്നടാ, ബാപ്പ വിളമ്പിക്കോളാം. അതെ, ഞങ്ങളിപ്പോ വന്നതേ അൻവറും മുനീറും ദുബായിക്ക് പോണതിന് മുമ്പ് ഒരു 10 ദിവസം ഞങ്ങളെ കൂടെ വന്നിക്കണമെന്ന് പറയാനാ. മുനീറി ദുബായിക്ക് പോകണ്ട? ഓളുടെ ആദ്യത്തെ പ്രസവല്ലേ, അത് ഇവിടെ ശരിയാവൂല. അജ്ജമ്മ മുനീറാനെ പറ്റത് ദുബായിലല്ലല്ലോ, നാട്ടിൽ നിന്നല്ലേ. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ഇതല്ല ആമിനുമ്മ, അവിടെയാവുമ്പോ എന്തിനും ഏതിനും ഓളെ മാപ്പിളുണ്ടാവല്ലോ കൂടെ. അതിനൊക്കെ ഒരു ധൈര്യല്ലേ. പിന്നെ ഇവിടെ നോക്കാനും ശുശ്രൂഷിക്കാനാണെങ്കിൽ ഓളുടെ ഉമ്മാനെ കൊണ്ട് ബൈക്കൂല്ല. എപ്പോഴും ആസ്പത്രി വീട് എന്ന് പറഞ്ഞ് ഒരു 100 കൂട്ടം സൂക്കടകളാവക്കപ്പോഴും. അതിനെന്താ, ഒരു പേറ്റിച്ചേന് നിർത്തിയാ പോരെ?
അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങളുടെ നോട്ടത്തിന്റെ കൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അതെന്താ അജ്ജമ്മ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? നിങ്ങളുടെ മോളെ ഞാൻ എന്ത് കാട്ടിന്നാ പറയ്. ആമിനുട്ടി ഈ ഒന്നും ഉണ്ടായിരുന്ന അതെ, നിങ്ങളുടെ വർത്താനത്തിന് സമാധാനം പറയും. എനിക്ക് പറ്റൂല. എന്താച്ചാ ഞങ്ങൾ നിങ്ങളെ പോലെ തരക്കാരല്ല. നിങ്ങള് മുന്തിയ തരക്കാരായിരിക്കും. അതുകൊണ്ടാണല്ലോ മോളിലെ കന്നിപ്പേറിന്റെ ചെലവ് തടിയുമ്പോ പിടിക്കാണ്ടിരിക്കാൻ എന്റെ മോന്റെ കൂടെ അയക്കണത്. ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ മാനാണ് പോലും, എന്റെ മാനോട് സ്നേഹമുള്ള ഒരു ഉപ്പയും ഉമ്മയും. ഈ ഒരു നക്കാപിച്ച വർത്താനം നിങ്ങൾ എന്നോട് പറയാൻ പാടില്ല. എന്റെ മക്കൾ 8 മൂടാനുള്ള സ്വത്ത് നിൽക്കുന്നു. ഇവളുടെ കന്നിപ്പേറല്ല, ഇനിയിപ്പൊ ഈ ആമിനുമ്മ 25 പേർ വിട്ടാലും അതിന്റെ ചെലവ് നടത്താനുള്ള കായ് ഇന്ത്യയിലുണ്ട്. കേട്ടില്ലേ എന്റെ മോന്റെ ഭാര്യ വീട്ടുകാരുടെ മര്യാദ? കുടുംബത്തിൽ കയറി വന്ന് ഉമ്മാന് തോന്നിയാസം പറഞ്ഞിട്ടും മുണ്ടാണ്ടിരിക്കണ മോനും പാപ്പിയും. ഓനെങ്ങനെയാ മുണ്ടുക? ഓനിക്കറിയാം നിങ്ങളെ വായലാവ് ശരിയില്ലാന്ന്. എന്റെ വായിലാവ് നിങ്ങൾ ശരിക്കും കേട്ടിട്ടില്ല. അതെന്നെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കരുത്. അതും പാടെ നിങ്ങളാണ്ട് എടുത്തോളി. എന്നാ തീരുന്നു എന്റെ മരുവന്റെ വീട്ടുകാരെ തക്കാരോ. നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണി. ആമിനുട്ടി ഈ അപ്പുറത്തേക്ക് വെക്ക. നിങ്ങളെ ആ മുമ്പിൽ തന്നിട്ട് നീറ്റാണി. പറഞ്ഞത് കേട്ടില്ലേ? തന്നത് നക്കിയിട്ട് പൊയ്ക്കാളെ. ഉപ്പ നിങ്ങളിരിക്കേ. ഉമ്മ വേണ്ടാൻ പറയേ. ഇതൊരുമാതിരി വിളിച്ചു വരുത്തി നാണം കെടുത്തി ഏർപ്പാടായി പോയി. നീക്കിടെ അവിടുന്ന്. അല്ല ഞാനതൊന്നും വിചാരിച്ചിട്ട്. വാപ്പ കയ്യയി പോയി കാണേ. ഈ നാണം കെട്ട ചോറിന് വാപ്പ തിന്നണ്ട. നടക്കടിയാ നടക്ക്. ഉപ്പാനും ഉമ്മാനും പിച്ചക്കാരെ പോലെ ആട്ടി പറഞ്ഞപ്പോ തൃപ്തിയായില്ല ഞങ്ങക്ക്. തിന്നേ എല്ലാരും ആട്ടിപ്പായിച്ചിട്ട് രണ്ടാളും ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നേ. നോക്കിക്കോളി, അധിക കാലൊന്നും ഇങ്ങനെ മൂപ്പോരി തിന്നൂല. മുനീറ ഈ ഒന്ന് കരയാതിരിക്കെ. അന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാലോ. ഈ സമയത്ത് മനസ്സ് വേദനിക്കുന്നത് പോലും വയറ്റി കിടക്കണ കുട്ടിക്ക് വേദനിപ്പിക്കാൻ വേണ്ടി ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കല്ലേ നിങ്ങൾ ഉപ്പയമ്മേ. വയറ്റി കിടക്കുന്ന കുട്ടി അങ്ങോട്ട് മയ്യത്തായിക്കോട്ടെ, എന്നാലും അവൾക്ക് സമാധാനം കിട്ടുമല്ലോ. മുനീറ അങ്ങനെയൊന്നും പറയാനേ. തള്ളന്റെ ഇടയില് അന്ന് സങ്കടപ്പെടുത്താൻ ഞാൻ നിർത്തൂല. ഈ ഒറ്റ ഒരുത്തിയാ ഓരോന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണം. എന്റെ നശിച്ച നാപ്പെന്ന് അങ്ങനെ വാക്കും വന്നു. ഇതൊക്കെ വരുത്തി വെച്ചിട്ട് ഈ കൂമനെ പോലെ കുത്തിരിക്കുക. ഈ ഒറ്റ ഒരുത്തി അതിലൊക്കെ കാരണം. എനിക്കറിയാം തെറ്റ് ചെയ്തു നിങ്ങൾ പറയുമ്പോഴും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാന്ന്. മാൻ എന്തെങ്ങനെ മാറിപ്പോയത്? മനസ്സ് പിടികിട്ടാത്ത മക്കളെ ആമനുട്ടി ഇന്നത്തേത്. ഒരു കോരതായുള്ള ശരികളുണ്ട്. നമ്മൾ പറയണതൊക്കെ തെറ്റാന്ന് തോന്നുന്ന ശരികൾ തോറ്റു കൊടുക്കാൻ എപ്പോഴും നല്ലത് നമ്മളാ. വാ നമുക്ക് നമ്മുടെ മക്കളോട് മാപ്പ് പറയാം. കരയല്ലേ മുനിയറ, ഒരു 10-20 ദിവസല്ലേ. അത് കഴിഞ്ഞ ഈ നശിച്ചേറ്റന്റെ ഇടയിൽ നിന്ന് നമ്മൾ പോകൂലേ. അൻവറുട്ടി എന്താ ഇവിടെയും സ്വസ്ഥത കെടുത്താൻ വേണ്ടി വന്നതാ? ഇനി മതിയായില്ല എങ്ങക്ക്? ഇല്ല വെച്ചായിട്ട് പോരേം. ദാ ഈ നിക്കണത് എന്റെ പെണ്ണ്. ഓളെ കൊന്നാളി. ഒപ്പം ഓളെ വയറ്റി കിടക്കണ എന്റെ കുട്ടീനി. മാനെ പാക്കും ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഒരിക്കലും മിണ്ടരുത് നിങ്ങള്. എന്നും കരുതി കൂട്ടി ചെയ്യണേന് അബദ്ധം നല്ല പറയാ. ഇന്റെ പെണ്ണ് ഇവിടെ വന്ന് കയറി അന്ന് തുടങ്ങിയതല്ലേ നിങ്ങൾ ഈ അബദ്ധം. മാനെ ഇനി അങ്ങനെ വിളിക്കണ്ട.
പിറക്കാനിരിക്കണ എന്റെ കുട്ടിനെ പോലും ദ്രോഹിക്കാൻ നടക്കണ നിങ്ങളൊന്നും എനിക്ക് ഉമ്മി ഉപ്പിയല്ല. ഓരോടിക്ക ദേഷ്യപ്പെടണ്ട, ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നോളാം. ഞങ്ങളെ കൺമുമ്പിൽ നിങ്ങളെ കണ്ടുപോകരുത്. ഇറങ്ങണത് ഒന്നുകിൽ ഞങ്ങള് അല്ലെങ്കിൽ അൻവറുട്ടി. എന്താ അവനുട്ടി? ഇറങ്ങാം. അങ്ങനെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങള് മാസങ്ങളോളം പല ദിക്കിലായി അലഞ്ഞു നടന്നു. എവിടെയോ വിശത്ത് തടന്നു വീണ ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ആരാടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആമിനുട്ടിയെ ഈ കരിയ ആമിനുമ്മക്ക് അറിയൊന്നും വേണ്ട. ഇതിലപ്പുറം അനുഭവിച്ചിട്ടുള്ളവരാ ഇവിടെയുള്ളവര്. മോന്റെ വൈഫിനെ കേറി പിടിച്ചു എന്നും പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് ഔട്ടായത്. മോളെ പോലെ കാണുന്ന മരുവളെ ആരെങ്കിലും നോൺസെൻസ്. ഇങ്ങള് പിന്നെ വരാൻ പാടില്ലേ? അതെ, പത്രത്തിലെ ചരമകളൊക്കെ ഞാൻ ദിവസേന നോക്കാറുണ്ട് കേട്ടാ. ഞാനും ഹൈവേ റോട്ടിൽ കൂടിയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നുകൂടെ? എന്തുമാത്രം വണ്ടികളാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായണം. അതിന് ഒന്നിന്റെ അടിയിൽ പോകാം. ഇടവപ്പാതി പറക്കാറായി തോന്നുന്നു. ഇടിവെട്ടൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ഗേറ്റിൽ ഇറങ്ങി വെട്ടും ചെയ്യും. ബാപ്പ സിനിമക്കോണ്, അങ്ങാടി പോയി ചായ കുടിക്കണ്. ഇതൊക്കെ എന്റെ മൊന്നെ പുറത്താക്കാൻ കണ്ട കുറ്റം. അല്ല, പറയാൻ പറ്റൂല, ചെലപ്പോ അതൊരു കുറ്റം തന്നെ അയക്കാരം. അരേ മുഹമ്മദ് ബായ്, നിങ്ങളെ കാണാൻ നിങ്ങളുടെ മരണമില്ലാത്ത കാര്യസ്ഥം വന്നിരിക്കുന്നു. അൻവറിന്റെയും മുനീറാന്റെയും കാര്യങ്ങളും വിട്ടാളി. പക്ഷെ ആ കുട്ടിക്ക് അത്ര പൂതി നിങ്ങളെ കാണാൻ. മക്കളോടുള്ള വിരോധം നമ്മൾ പേരക്കുട്ടികളോട് കാണിക്കണോ? പേരക്കുട്ടിയോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിലല്ലേ അവക്കെ പേരക്കുട്ടി ഉണ്ടാവൂ. ഞങ്ങൾക്ക് ഇന്നൊരു പേരക്കുട്ടിയുണ്ട്. അതാ അതാ ഞങ്ങളുടെ പേരക്കുട്ടി. അബൂബക്കർ പോയി പറഞ്ഞോ, ഞങ്ങൾക്ക് ഇവിടെ മറ്റൊരു ജീവിതമില്ല, മൂടുട്ടിയില്ലാതൊരു പേരക്കുട്ടിയില്ല. അബൂബക്കറെ, അൻവറിന്റെ കുട്ടി കാണാൻ എങ്ങനെയാ? ഓനെ പോലെ? എല്ലാരും പറയണത് ആമിനാത്തന്റെ ചായയാണെന്നാ. അതിലിപ്പോ എന്തേ? ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അബൂബക്കർ പൊയ്ക്കോ. ഒന്നുമില്ല, ഞാൻ വെറുതെ നമ്മുടെ പേരക്കുട്ടി മോളുട്ടി തന്നെയാ. അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ അതിനെ പേരക്കുട്ടിനെ പോലെ തന്നെ പറയാൻ പറ്റുമോ? അല്ലാതെ ശരിക്കും പേരക്കുട്ടിയൊന്നുമല്ല. അവരുടെ രക്തത്തിൽ പിറന്ന അവരുടെ പേരക്കുട്ടി ഇന്റെ ഈ ഷാനിമോളാ. ഇവള് ചെന്ന് വിളിച്ചാ വരൂലെന്ന് പറയാൻ അവർക്ക് പറ്റുമോ? അവോക്കർക്ക ഇതിനൊന്ന് കാണാൻ പോലും തയ്യാറല്ലെന്നല്ലേ അവര് പറഞ്ഞത്. പിന്നെന്താക്കാനാ? അങ്ങനെ വാശി പിടിച്ച് ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റൂല. നിയമപരമായിട്ട് നോക്കിയാ കാണിച്ചു തരൂല എന്ന് പറയാൻ ശരണാലയത്തിന്റെ നടത്തിപ്പുകാർക്ക് പറ്റൂല. അബൂബക്കർക്ക, എനിക്ക് ആ ശരണാലയം സൂപ്രണ്ടിന്റെ നമ്പർ ഒന്നുകൂടി തരണം. എന്തിനേനു? എന്റെ ഉപ്പാനെയും ഉമ്മാനെയും കൂട്ടിക്കൊണ്ടുപോരാൻ എപ്പോഴാ ചെല്ലേണ്ടതെന്ന് ചോദിക്കാൻ.
ചൂട്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കണ്ണെ പിടിച്ചേ. മോൾട്ടിയെ ഓഫീസിൽ സൂപ്പറിനുണ്ട്, ഇങ്ങനെ ഒച്ചും പുളിയൊന്നും ഉണ്ടാക്കല്ല, മെല്ലെ പാട്. പൂക്കൾ മഞ്ഞ ഇലകൾ പച്ച പൂച്ചക്ക് രണ്ട് കള്ളനെ പിടിച്ചേ. നിർത്ത്. നമുക്ക് ഈ കള്ളനെ പിടിച്ചു പറഞ്ഞതിന് പകരം അബ്ദുൾ റഹ്മാനെ പിടിച്ചു എന്ന് പറഞ്ഞാ പോരെ? പഹേരെ ഞാൻ കളവ് നിർത്തിയതാ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന ഉമ്മാനെ പിടിച്ച്. കർത്താവേ, ഈ പ്രാവശ്യവും നമ്മളായോ അബ്ദുൾ റഹ്മാൻ? നിങ്ങളൊന്നും മനസ്സിന് നന്നാവിന് സംഭവിക്കില്ലെന്നുണ്ടോ? മതി കളിച്ചത്. കളിച്ച് കപ്പ് വാങ്ങിയാൽ മാത്രം പോരാ, വല്ലപ്പോഴും അടുക്കളയിൽ വന്ന് വല്ല പണിയും ചെയ്യണം. അതെ, ഈ കള്ളനപ്പിടുത്ത കളിയിൽ വേണമെങ്കിൽ ഞാനും കൂടാ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ജവാനല്ലേ. താൽക്കാലിക്ക് അവിടെ ഗേറ്റിന്റെ അയ്യന്റെ അവിടെ കുത്തിരുന്നാ മതി. ഇത് കുട്ടിക്കളി കുട്ടിക്കളിയായിരുന്നു, എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ കളിച്ചോ. മുഹമ്മദ് ഖാ, എന്താ ടീച്ചറെ? മുഹമ്മദ് ഖാനെ ആമിൻതാത്തിനെ സൂപ്രണ്ട് വിളിക്കണുണ്ട്. ഒച്ച ഉണ്ടാക്കിയാല് ചീത്ത അറിയാനൊക്കെ ആവൂ. മുഹമ്മദ് ഖാന്റെ മകനും ഭാര്യയും പേരക്കുട്ടിയും നാളെ ഇവിടെ വരും. ചിലപ്പോ അവരവരുടെ കൂടെ പോയിന്നും വരും. നാളെ നിങ്ങളുടെയൊക്കെ മക്കളും നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരാൻ നിങ്ങളും പ്രാർത്ഥിക്കും. കാണണ്ട എന്ന് പറയുന്ന ഭാഷയിൽ ഒരു കഴമ്പില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ നിങ്ങളുടെ മക്കളല്ലേ. അവരോട് പൊറുക്കാൻ മാതാപിതാക്കളായ നിങ്ങൾക്ക് കഴിയണ്ടേ? ഞങ്ങൾ അവരെ വെറുത്തിട്ടുണ്ടെങ്കിലല്ലേ പൊറുക്കേണ്ടതുള്ളൂ. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഇനി വീണ്ടും അതൊക്കെ വഴിയെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ആദ്യമായിട്ട് അവര് നിങ്ങളെ വന്നൊന്ന് കാണട്ടെ. വല്യുപ്പയെയും വല്യമ്മയും കാണാൻ കൊതിയുള്ള നിങ്ങളെ പേരക്കുട്ടിയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മാതാപിതാക്കളെ പോലും മക്കൾ മറക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പേരക്കിടാവ് തന്റെ ജന്മത്തിന്റെ ആദ്യ വേരുകൾ ഏതെന്ന് അന്വേഷിക്കുക. ആ കുട്ടിയെ നിരാശപ്പെടുത്താമോ മുഹമ്മദ്? പറ്റൂ ആമിന? അതൊന്നും ഞങ്ങൾക്കറിയില്ല സൂപ്രണ്ടേ. എന്തായാലും ഞങ്ങൾക്കിനി നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അവരുടെ റിക്വസ്റ്റ് തള്ളിക്കളയാൻ നിയമപരമായി ഈ ശരണാലയത്തിന് അധികാരമില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ, വെല്ലിപ്പാക്കും വെല്ലിമാക്കും ഷാനിമോളെ ഇഷ്ടാവോ? പിന്നെ ഉപ്പാന്റെ മുത്തിന് ആർക്കാ ഇഷ്ടാവാതിരിക്കുക? ഷാനിമോള് വിളിച്ചാ നാളെ വെല്ലിപ്പയും വെല്ലിമ്മയും വരുമോ? ദുബായിക്ക് വരുമോ? നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല. ഷാനിമോളെ വെല്ലിപ്പാന്റെയും വെല്ലിമാന്റെയും കൂടെ നമ്മൾ ഇനി ഈ വീട്ടിൽ കിടക്കണില്ലേ? നാളെ കാലത്ത് പോണ്ടല്ലേ? ഉറക്കം വരുന്നില്ല ഉമ്മ.
നാളെ ഒരു വരൂല്ലേ വല്യപ്പ? ആ വരൂത്രേ. ഒരു കുട്ടിയും വരൂലേ വല്യമ്മ? അത്രേ. എന്താ എന്താ ഇപ്പൊ വല്യപ്പാന്റെ കുട്ടിക്ക്? വല്യപ്പ, വല്യപ്പയും വല്യമ്മയും മോളുട്ടീനെ വിട്ടു പോകുവോ? എവിടേക്ക് പോവാൻ? ഞങ്ങളുടെ മോളുട്ടിനെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോവാൻ? ഇല്ല അമ്മനുട്ടി. അതെ, അങ്ങനെ പോവാണെങ്കിൽ അത് മയ്യത്തായി പോവില്ല. അത് ഓമയ്ക്കാനെ ആമിനുമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന വണ്ടിയാ. ഇതാണ് വല്യപ്പാന്റെ വല്യമ്മാന്റെ വീട്. എന്നിട്ട് അവിടെ വല്യപ്പയും വല്യമ്മയും കാണാം. മുനീറ, ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം. എന്നെ കണ്ടാ ചിലപ്പോ. ഈ ഇറങ്ങ്. ഓമയ്ക്കാനെ ആമിൻ താത്താനെ കൊണ്ടുപോവുകയാണല്ലേ? കൊണ്ടുപോകാണ്ടിരുന്നൂടെ? വരൂ, സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ഇരിക്കാം. എന്താ ഉപ്പ വല്യമാനും വല്യപ്പാനും കാണാത്ത? ഉപ്പനെ പറ്റിക്കാ? വല്യപ്പയും വല്യമ്മയും വരും, വരുമായിരിക്കും. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വാണിജ്യ നിങ്ങളീ കാണിക്കുന്നത്. അവരെത്ര നേരായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഓർക്കണം. മകനും പേരക്കുട്ടിയാണെന്ന് കൂട്ടണ്ട, അവരും മനുഷ്യരാണെന്ന പരിഗണനയെങ്കിലും ഇവർക്ക് കാണിച്ചൂടെ? ഞങ്ങൾക്ക് പേടിയാ സൂപ്രണ്ടേ, ഓലെ കാണാൻ ഞങ്ങൾക്ക് പേടിയാ. എന്താ മുഹമ്മദ് അത്? ഓലിങ്ങളെ കൊല്ലാൻ വന്നൊന്നുമല്ല. അവര് കൊണ്ടുപോയാലോ ടീച്ചറെ? പിന്നെ ഞങ്ങളെ മോൾട്ടി. അവര് ആവശ്യപ്പെട്ടത് ഒന്ന് കാണണമെന്ന് മാത്രം. അത് സമ്മതിച്ചൂടെ മുഹമ്മദ്? ഷാനിമോളെ, ഷാനിമോളെ. എവിടെ വല്യപ്പയും വല്യമ്മയും വന്നോ? ഇല്ല, വല്യപ്പയും വല്യമ്മയും വരൂല. കാരണം അത്രക്കും വലിയ തെറ്റാ ഉപ്പ ഓരോട് ചെയ്തത്. മുനീറ, വാ പോവാം. ഞാൻ
വരൂല. വല്യപ്പാനും വല്യമാനും കൂടാതെ ഞാൻ വരൂല. വരൂല. കരയല്ലേ മോളെ, കരയാതിരിക്ക്. വാ. മിസ്റ്റർ അൻവർ, കാണണമെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് പോക്കാ? ഉപ്പയും ഉമ്മയും കാണണ്ടേ? നിങ്ങളെ കാണാൻ ഒടുവിൽ അവർ സമ്മതിച്ചു. നൂർജഹാനെ, അവരെ വിളിക്കൂ. ദാ ആ വരുന്നതാ ഷാനിമോളെ വല്യപ്പയും വല്യമ്മയും. വല്യപ്പ, വല്യപ്പ. ഉപ്പ കണ്ടു കഴിഞ്ഞില്ലേ? നീ പോയിക്കള. ഉമ്മ ഇപ്പൊ പറഞ്ഞ പറയാനുള്ളത് ഈ പോയിക്കാള. വല്യപ്പയും വല്യമ്മയും ഷാനിമോളുടെ കൂടെ വരണം. ഞാനവിടെ കളിക്കാൻ പന്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല മോളെ, ഇനി ഒരിക്കൽ കൂടി കളിക്കാൻ വല്യാപ്പയ്ക്കാവതില്ല. എൻ്റെ മകളോടൊപ്പം കളിക്കാൻ എൻ്റെ ഒപ്പിണ്ടാവും. പറ്റൂല. വല്യപ്പയും വല്യമ്മയും വരണം. ഉപ്പ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ദാ മുനീറയും വന്നിട്ടുണ്ട്. ഓൾക്കും മനസ്താപുണ്ട്. ഇനി അഥവാ അല്ലെങ്കിൽ തന്നെ ഇനി മേലിൽ ഓളെ വാക്ക് കേട്ട് ഞാൻ പ്രവർത്തിക്കൂല. ഞാൻ കാല് പിടിക്കാം. എൻ്റെ പൊന്നു ഉപ്പയും ഉമ്മയും വരണം. വേണ്ട, ഇനി ഞങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി ജീവിക്കണം. പണ്ട് അനക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചിരുന്നത് പോലെ. ഉപ്പ, ഇതാപ്പം ഞങ്ങളുടെ വീട്. ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരാ. ഞങ്ങൾ ഇവിടുന്ന് പോണത് ഇവർക്കൊക്കെ വലിയ വേദനയാണ്. ഇവരെ പിരിയണത് ഞങ്ങൾക്കും. ഇവരെയൊക്കെ കാണാൻ ഞാൻ നിങ്ങളെയും കൊണ്ട് ഇടക്ക് വന്നോളാം. അതിൻ്റെ പേരിൽ നിങ്ങൾ വരാതിരിക്കരുത്. വേണ്ട, നിർബന്ധിക്കണ്ട. ഇവിടെ വിട്ട് ഞങ്ങൾ വരില്ല. മുഹമ്മദ് ആമിനെയും ഇവരോടൊപ്പം പോകണം. ഞാൻ പറഞ്ഞില്ല സൂപ്രണ്ടേ, ഇത് അനാഥർക്കും അശരണരുമായവർക്ക് കഴിയാനുള്ള സ്ഥലമാണ്. മുഹമ്മദും ആമിനെയും ഇപ്പോൾ അനാഥരല്ല. നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ന് കരുത്തനായ ഒരു മകനുണ്ട്. അനാഥരെ സൃഷ്ടിക്കാനല്ല, അനാഥത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മുഹമ്മദും ആമിനെയും ഇനി ഈ സ്നേഹതീരത്തിന് ഒരനാവശ്യ ഭാരമാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുന്ന പണം കൊണ്ട് അശരണരായ 2 മഹാപാവങ്ങളെ ഈ ശരണാലയത്തിന് സംരക്ഷിക്കാൻ പറ്റും. ഞങ്ങളിവിടെ എന്തേലും പണിയെടുത്ത് കഴിഞ്ഞോളാം. എന്നാലും ഞങ്ങളെ പറഞ്ഞു വിടരുത്. വൃദ്ധരെ പണിയെടുപ്പിച്ച് ചൂഷണം ചെയ്യാനല്ല, അവസാന കാലത്ത് അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം നൽകാൻ വേണ്ടിയാണ് ആമിന ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ആ സന്തോഷ ജീവിതം നിങ്ങൾക്കിനി വീട്ടിൽ നിന്ന് ലഭിക്കും. ഇല്ല സൂപ്രണ്ടേ, ഇവിടുന്ന് വിട്ടാൽ ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. മിസ്റ്റർ അൻവർ, ഇവരിപ്പോൾ ഇവിടുത്തെ അന്തേവാസികളല്ല. ഉപ്പയും ഉമ്മയും വിളിച്ചുകൊണ്ട് പോയിക്കോളൂ. വരും വല്യമ്മ. നേരം കളയാടെ ചെല്ലും മുഹമ്മദ്. ഞങ്ങളെ പറഞ്ഞ സൂപ്രണ്ടേ. മോൾട്ടിയേ, ഞങ്ങളുടെ മോൾട്ടി ഇവിടെ വിട്ട് ഞങ്ങളെ പറഞ്ഞ സൂപ്രണ്ടേ. ഞങ്ങളുടെ മോൾട്ടില്ലാതെ ഞങ്ങൾക്ക്. മോളുട്ടിയെ പോലുള്ള അനാഥരെ സംരക്ഷിക്കാൻ തന്നെയാണ് ഈ സ്നേഹതീരം. ആ അനാഥ കുട്ടിയെ ഞങ്ങൾ വളർത്തി വലുതാക്കും. മോളുട്ടി അനാഥക്കുട്ടിയല്ല, ഞങ്ങളുടെ പേരക്കുട്ടിയാ. ഞങ്ങള് പോയാലും ഓൾക്ക് പോണോരൊക്കെ പോയിക്കോളി. ഈ കുട്ടീന്റെ പേരും പറഞ്ഞ് ഇവിടെ ആരും നിൽക്കണ്ട. ഈ കുട്ടീനെ ഞാൻ നോക്കിക്കോളാം.
ഇവള് നിന്റെ പേരക്കുട്ടി മോളെ. കണ്ടില്ലേ മുഹമ്മദ്, മോൾട്ടിക്ക് ഇവിടെ ഒരുപാട് വല്യമ്മമാരും വല്യപ്പന്മാരും വേറെ ഉണ്ട്. ഈ ഷാനിമോൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഇനിയും ഈ സത്യം നിഷേധിച്ചാൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കലാവും. ആമിന ബാ. അൻവറേ പറയേ, എവിടേക്കാ ഞങ്ങൾ വരേണ്ടത്? വല്യപ്പ വാ, ഷാനിമോളുടെ കൂടെ വാ. ഇത്തിരി ക്രൂരമായി പോയെന്നറിയാം, എന്നാലും അവരുടെ നന്മയ്ക്കത് അത്യാവശ്യമാണ്. മുഹമ്മദ് ഖാ, ഇടയ്ക്ക് വരണം. ചിലപ്പം വരുമ്പോഴത്തിന് ഞങ്ങളും പോയിട്ടുണ്ടാവും. മക്കളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടല്ല, ഇവിടെ സൂപ്പിക്ക പോയതുപോലെ. പോയിക്കോളി. വലിപ്പ പോകല്ലേ. ഇത് വല്യമാക്കുള്ള മരുന്നാ. ഈ നീല ഡപ്പിയിലുള്ളത് വല്യപ്പാക്കും. രാവിലെയും രാത്രിയും മുടങ്ങാതെ കൊടുക്കണം. കഴിക്കാണ്ടിരിക്കാൻ പല കള്ളത്തരം കാണിക്കും. നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഇത്രയും കാലം ഞാനാ, ഇനി മോള് വേണം. ഈ കുട്ടീനെ പറ്റിക്കാൻ നോക്കരുതിട്ടോ. നല്ല കുട്ടികളായി മരുന്ന് കഴിക്കണം. പോയിക്കോളി. എന്നെ പറ്റി വിഷമിക്കണ്ട, എനിക്കിവിടെ എല്ലാവരും ഉണ്ട്. മുത്തിനെ തനിച്ചാക്കിയിട്ട് പോലെ പോവാൻ പറ്റൂല. എന്നെ ഓൾക്കാനാവോ? ഓളുടെ മൂത്ത പേരക്കുട്ടീനെ എനിക്ക് വേണം, എന്റെ മോളായിട്ട്. ശാശ്വതമായൊരു സന്തോഷത്തിലേക്കാണ് ആ യാത്ര എന്നുറപ്പിക്കാൻ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ആകില്ല. ഒരുപക്ഷെ ഉറുവിൽ തറവാട്ടിൽ അവർക്ക് സന്തോഷകരമായൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇനിയും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാം. പിടികിട്ടാനാവാത്ത പലതും മനസ്സിലൊളിപ്പിക്കുന്ന മനുഷ്യനെന്ന ജീവിയെക്കുറിച്ച് നമുക്കൊന്നും തീർപ്പ് കൽപ്പിച്ചുകൂടാ. എങ്കിലും ഒന്നുറപ്പാണ്, അവർക്ക് പിറകിൽ
ഒരു നനുത്ത സ്നേഹത്തിന്റെ ലോകത്തേക്ക് സ്വാഗതമോദി ഈ സ്നേഹതീരത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു.